4Kയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫുൾ HD 4Kയിലെ കാണുക, ഫുൾ ക്വാളിറ്റിക്ക് വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു പുതിയ സ്ഥലം കാണാൻ പോവുകയാണ്. പഴയ സ്ഥലമാണ്, എന്നാലും പുതിയതായിട്ട് നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ഇത് മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ കുട്ടിക്കാനത്തിന് പോകുന്ന വഴി, അതായത് കുമിളിക്ക് പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ മലകളാണ്, രണ്ട് സൈഡും മലകളാണ്. ഈ കുമിളിക്ക് പോകുന്ന റോഡെന്ന് പറയുമ്പോൾ പണ്ട് റാണി സേതു ലക്ഷ്മിഭായി പണിത റോഡാണ്. അത് കോട്ടയം കുമിളി റോഡെന്ന് പറയും, KK റോഡെന്ന് പറയും. ഇന്നിപ്പം NH 183 എന്നൊക്കെയാണ് പേര്. അത് നാഷണൽ ഹൈവേ ആയി കഴിഞ്ഞപ്പോൾ പേരൊക്കെ ഒന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും KK റോഡെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് KK റോഡ്. പണ്ടൊക്കെ ഒരു ലൈൻ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കിഴക്കോട്ട് പോകുമ്പോൾ കുമിളിക്കൊക്കെ ഈ വഴി പോകുന്ന വളരെ പേടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്കൊരു സൈഡ് കിട്ടാനും ഒക്കെ പാടാണ്. ഒരു സൈഡിൽ മലനിരകളും മറ്റേ സൈഡിൽ വൻ കൊക്കയും. വൻ കൊക്ക എന്ന് പറഞ്ഞാൽ അടി കാണത്തില്ലാത്ത പോലത്തെ വലിയ കൊക്കകളാണ്. ഈ കൊക്കയിൽ കൂടെയാണ് പണ്ടൊക്കെ പേടിച്ചൊക്കെ പോയിരുന്നത്. ഇന്നിപ്പോൾ തന്നെ അടിപൊളി റോഡായി, ഫുൾ റബ്ബറൈസ്ഡ് ഡബിൾ ലൈൻ റോഡായി. അതുപോലെ തന്നെ സൈഡിൽ കംപ്ലീറ്റ് മറ്റേ വണ്ടിയൊന്നും താഴെ പോകാത്ത രീതിയിൽ ഇതൊക്കെ വെച്ച് എല്ലാം കരിങ്ക് പോലത്തെ സംഭവം എല്ലാം ചെയ്ത് നല്ലപോലെ റോഡ് ചെയ്ത് വരകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട്. പണ്ടൊക്കെ മണ്ണിടിഞ്ഞ് വീഴുമായിരുന്നു. ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും മണ്ണിടിഞ്ഞ് എപ്പോൾ വേണേലും റോഡ് ക്ലോസ് ആകുമായിരുന്നു. കുമിളിക്ക് പോകാമെന്ന് പറയുന്ന ഒരു റിസ്ക് ആയിരുന്നു. രാത്രിയിലൊക്കെ നമ്മൾ പോകാറേ ഇല്ലായിരുന്നു. പിന്നെ കോടമഞ്ഞിറങ്ങുന്ന ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലിറങ്ങിയ ആൾ തോർത്ത് വീശി പോകേണ്ട അവസ്ഥ വരെ ഉണ്ട്. അത്രയും വലിയ കോടമഞ്ഞൊക്കെ വന്നിട്ട് റോഡ് ഒട്ടും കാണാൻ മേലാതെ നമ്മൾ ഇറങ്ങിപ്പോകായിരുന്നു. പണ്ടൊക്കെ ഒരു മഞ്ഞ ലൈറ്റ് ഫിറ്റ് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ മഞ്ഞ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള നിയമവശ പ്രശ്നങ്ങളില്ല. ഇന്ന് പിന്നെ പുതിയ LED ലൈറ്റൊക്കെ ആയി. ഈ LED ലൈറ്റിന് ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ LED ലൈറ്റ് ഈ സ്പ്രെഡാവും ഇതുപോലെ മഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ സ്പ്രെഡായിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ ലൈറ്റ് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് നിയമവിരുദ്ധമായി മാറി, മഞ്ഞ ലൈറ്റ് വെക്കാൻ മേലെന്നായി. പിന്നെ ഫോഗ് ലാമ്പ്, പണ്ടത്തെ വണ്ടിക്ക് 2 ഹെഡ്ലൈറ്റൊക്കെ ഉള്ളെങ്കിൽ ഇന്ന് താഴെ ഫോഗ് ലാമ്പും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ വെളിച്ചം ഇച്ചിരി കൂടുതലുണ്ട് ഇപ്പോഴത്തെ വണ്ടിക്കെല്ലാം. ഇപ്പോൾ വെളിച്ചം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഒരു വിധമൊക്കെ ഇറങ്ങിപ്പോരാം. എന്നാലും കോടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ നമ്മൾ താഴോട്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കൊക്കയിലോട്ട് പോവുള്ളൂ. വണ്ടിയും കിട്ടുകയില്ല, നമ്മളെയും കിട്ടുകയില്ല. ഇതാണ്ട് മുറിഞ്ഞപുഴ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ മുറിഞ്ഞപുഴയിൽ നിന്നാണ് നമ്മൾ ശരിക്കും പാഞ്ചാലി മേടിന് തിരിയുന്നത്. 4.5 കിലോമീറ്ററാണ് ഈ മുറിഞ്ഞപുഴ ജംഗ്ഷനിൽ നിന്ന് പാഞ്ചാലി മേടിന് ഉള്ളത്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആശുപത്രി 9 കിലോമീറ്റർ എന്നൊക്കെ ഇതിന് കുറേ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെൻറ്റ് ജോർജ് ചർച്ച് മുറിഞ്ഞപുഴ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് വലതുവശത്ത്. മുണ്ടക്കയത്ത് നിന്ന് വരുമ്പോൾ വലതുവശത്ത്. അവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത്. ഈ സെൻറ്റ് ജോർജ് ചർച്ച് മുറിഞ്ഞപുഴയുടെ വലതുവശത്താണ്ട് പള്ളിയിലോട്ട് കയറി പോകുന്ന കവാടമാണ് ആ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോഴേ ഒരു വലിയ ബോർഡൊക്കെ ഉണ്ട്. ഈ ബോർഡിൽ കംപ്ലീറ്റ് തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. അല്ല, മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും മാത്രമല്ല, ബാക്കി ഭാഷകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അന്യ സംസ്ഥാനക്കാർ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാ കൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇതിലായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നന്നായി വരുന്നുണ്ട്, വാച്ച് അവറൊക്കെ കൂടുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ നമുക്ക് തരുന്ന സ്നേഹവും പ്രോത്സാഹനവുമാണ്. അതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഈ വയസ്സാങ്കാലത്ത് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും അത് നല്ല രീതിയിൽ മോണിറ്റൈസേഷനോട്ട് അടുക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാണ് ഞങ്ങൾ മോണിറ്റൈസേഷൻ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു ചിലവും നിങ്ങൾക്കെല്ലാം നന്ദി സൂചകമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യണമെന്നോർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പാഞ്ചാലിമേട് റോഡിലേക്ക് കടന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, ചുറ്റും മലകളാണ്. മലകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഇതാണ്ട് ഒരു പാർട്ടി മണ്ടലുണ്ട്. സുഖമാണോ? ഞാനൊന്നും മേടിച്ചില്ല, നിങ്ങളുടെ കാര്യം ഓർത്തില്ല. എന്തേലുമൊക്കെ മേടിച്ചോണ്ട് വരായിരുന്നു പലഹാരം. അടുത്തയാൾ വന്നു. കിട്ടും. കിട്ടും.
നമ്മൾ കുരങ്ങന്മാരെ കണ്ടിട്ട് മുമ്പോട്ട് പോവുകയാണ്. എല്ലായിടത്തെയും പോലെ ഫ്ലോട്ട് ഫോർ സെയിൽ ഇവിടെയുണ്ട്. ഇഷ്ടം പോലെ ഫ്ലോട്ടുകൾ വിൽക്കാനുണ്ട്. ഇത് പട്ടയമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പട്ടയമൊക്കെ ഉള്ള പ്രദേശമാണ്. ഒത്തിരി ആൾക്കാരിങ്ങനെ ഇവിടെ തിങ്ങി പാർക്കുന്നുണ്ട്. സ്ഥലം വിൽപ്പനയ്ക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ സ്ഥലം വേണ്ടവരുണ്ട് വേറെ പെട്രോട്ടൊന്ന് വളർത്താൻ ഞാനിത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു തണുപ്പും കാറ്റുമൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ഒരു സുവാസ കേന്ദ്രം എന്ന് തന്നെ പറയാം. അത്ര നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒക്കെ ഒരു സ്ഥലം മേടിച്ചൊരു വീടൊക്കെ പണിത് വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അവിടെ വന്നൊരു മേടിക്കാനും വേണ്ടിയിട്ടൊരു അവസരമുണ്ട്. പിന്നെ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ പോയിൻ്റ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒത്തിരി മലകൾ ഒരു ഇച്ചിരി കുടമഞ്ഞിറങ്ങി കിടക്കുന്നുണ്ട്. ആ ദൂരെയുള്ള മലകൾ ഇച്ചിരി കാണാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ അവിടെ നിന്ന് ശരിക്കും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ വണ്ടികൾ അവിടെ നമ്മുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. അത് നിർത്തിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പണ്ടത്തെ കാലത്ത് ന്യൂ ഇയർ ഘോഷിക്കാനും മറ്റേ കമ്പനി കൂടാനുമൊക്കെ ആൾക്കാർ വന്നിരുന്നൊരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. കമ്പനി കൂടാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ചുകൂടെ വിളിച്ച് പറഞ്ഞാൽ ഈ നമ്മൾ ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് തന്നെ ഒരു 2 സ്പോൺ അടിക്കാം, അല്ലെങ്കിൽ എവിടെ കൂട്ടുകൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അതാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അന്ന് കമ്പനി കൂട്ടുകാർ കൂടി നല്ലൊരു സ്ഥലത്ത് വന്നിരുന്ന് ഇച്ചിരി ബിയറോ ഇച്ചിരി ബ്രാൻഡിയോ ഒക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. ഇന്നിപ്പോൾ ആ സംഗതിയൊക്കെ മാറി. കുറച്ച് വർഷമായി, 5-8 വർഷമായെന്ന് തോന്നുന്നു. അവിടെ അത് ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് സ്ഥലമായിട്ട് മാറ്റിയെടുത്ത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാക്കി. അവിടെ നമുക്ക് ശുചിമുറിയും ബാക്കി എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്ത് ലൈറ്റിങ്ങും ഒക്കെ ചെയ്ത് അവിടെ നല്ല മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റി. അവിടെ ഒരു എൻട്രൻസ് ഫീസും ഒക്കെ വെച്ചു. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് ഇച്ചിരി റേറ്റ് കുറവാണ്. പക്ഷേ സാധാരണ ഒരാൾക്കുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ 25 രൂപയാണ് ഒരു ദിവസത്തേന് അവിടെ ഈടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6:30 ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും അവിടെ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സോളാറിൻ്റെ ലൈറ്റുകൾ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 6:30 ആകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി പോരണം. അതാണ് ഒരു സംഗതി. ഇപ്പോൾ ശരിക്കും പറഞ്ഞ് ഈ 6:30 അവിടെ നിർത്തുന്നത് എനിക്കൊരു ചെറിയ യോജിപ്പുറവുണ്ട്. ശരിക്കും മനോഹരമായ ആ സ്ഥലം ഒരു ഭംഗിയാകുന്നത് സൂര്യാസ്തമനത്തിന് ശേഷമാണ്. അത് കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു റെഡ് ലൈറ്റും ശരിക്കും ഒരു വലിയ വൈബും ഒക്കെ അന്നേരം അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 8 മണി വരെയെങ്കിലും അവിടെ ഇരിക്കാനുള്ള ഒരു സംഗതി ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 6:30 ആകുമ്പോഴത്തേക്കും ശരിക്കും ചെറിയൊരു ഇരുട്ട് വരുമെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. ശരിക്കും ഏറ്റവും സുഖമുള്ള സമയം ഈ 6 മണി തൊട്ട് ഒരു 8 മണി വരെ അവിടെ ഇരിക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരം വെളുക്കോടും ഇരിക്കാനും ഭംഗിയാണ്. എന്നാലും ആൾക്കാർ കൂട്ടത്തോടെ വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ എന്താണേലും ഒരു 8 മണി വരെയെങ്കിലും ഒരു സമയം വെക്കണമെന്ന് ഈ അധികൃതരോട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. 6:30 ഇച്ചിരി കുറഞ്ഞ ടൈമായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ പോയി കഴിഞ്ഞ് ഉണ്ടാകുന്ന ആ തണുപ്പും മറ്റു കാര്യങ്ങളും ആ കാറ്റും ഒക്കെ അടിക്കാനുള്ള ഒരു സുഖമാണ്, ഒരു വല്ലാത്ത സുഖമാണ്. ദൈവത്തിൻ്റെ AC. ഇപ്പം നമ്മൾ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ്. അവിടെ ടൂറിസത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ ഈ ഭൂമി മലിനമാക്കരുത്. ഞങ്ങൾക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്നാലും ഇത് കണ്ടില്ല, മറ്റ് പ്ലാസ്റ്റിക് കാണുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമുക്ക് ശരിക്കും ഉണ്ട്. അത് നമ്മൾ പടിപടിയായിട്ട് ഇനി മാറ്റിയേ പറ്റൂ. വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കാണുന്നിടത്തോട്ട് വലിച്ചെറിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അത്ഭുതകരമായ ഒരു കഥ.
അത് ആ കഥ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് പറയാം. ശരിക്കും അത് ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും ഞാനത് മറക്കാത്ത ഒരു സംഭവമാണ്. കാരണം നമ്മൾക്ക് ഇവിടെ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ്ട് നമ്മൾ കയറുന്ന എൻട്രൻസായിട്ട് അവിടെ ബൈക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. കാറ് നമ്മൾ താഴെ പാർക്ക് ചെയ്തു. അവിടെ വണ്ടി ഇങ്ങനെ രണ്ട് സൈഡിലും പാർക്ക് ചെയ്യാൻ നല്ലപോലെ സിമെൻറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. മുളയൊക്കെ വെച്ചിട്ടുണ്ട്. മുളയൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കാറ്റ്, അതായത് ഒരു നല്ല തണുപ്പുള്ള കാറ്റാണ്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു മനോഹരമായ ഒരു സംഭവം കാണാം. അതായത് അമ്പലവും പള്ളിയും ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇരിക്കുന്നു, ഒന്നിച്ച് തന്നെ ഇരിക്കുന്നു. അത് അവിടെ സെപ്പറേറ്റ് മതിൽ കെട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ച് റൊട്ടേഷനൊന്നും ചെയ്തിട്ടില്ല. അമ്പലവും പള്ളിയും ഒന്നിച്ചിരിക്കുന്നു. ഇത് അവിടെ മേളിലൊരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് ഫീസില്ല. അമ്പലത്തിൽ വരുന്നവരെ ഫ്രീ ആയിട്ട് DTPC കയറ്റി വിടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കുരിശടിയാണ്, അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചിയാണ്. അതിൻ്റെ തൊട്ട് മേളിൽ ഒരു കുരിശടിയുണ്ട്. രണ്ടുപേരും മതസൗഹാർദ്ദത്തിൽ ഇവിടെ കഴിയുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഇടക്കാലത്ത് ഇവിടെ ഇതിൻ്റെ മണ്ടയിലോട്ടൊരു ശരിക്കും ഒരു കുരിശുണ്ട്. കുരിശ് ഇതുണ്ട്. ഇവിടം തൊട്ടിങ്ങനെ ഒരു കുരിശ് മേളിലേക്ക് നമ്മുടെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിലായിട്ട് ഓരോ കുരിശുകളിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ വെച്ചിരിക്കുന്ന കുരിശുകൾ ഇടയ്ക്ക് കുറേ സാമൂഹിക വിരുദ്ധർ, ഇതൊരു പൊതുസ്ഥലമാണ്, ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, ഇതിപ്പോൾ പള്ളിയുടെ അല്ല അമ്പലത്തിൻ്റെ അല്ല ആരുടെ അല്ലാത്ത ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് വന്നു. അപ്പോൾ എൻട്രൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ആർച്ചൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പാഞ്ചാലിമേട് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ വെച്ച് കല്ലൊക്കെ പാകി നല്ല വിധത്തിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, കുഴപ്പമില്ല, നല്ല വൈബുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഫലകമൊക്കെ അവിടെ സൈഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിള്ളേർക്കുള്ള ഫീസ്. ഒരു ക്യാമറ അകത്ത് കയറ്റുന്നതിന് 60 രൂപ ആണ് ഫീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറയും ഈ കാണിച്ചപ്പോൾ ആ ക്യാമറയ്ക്ക് അവർ കാശ് മേടിച്ചില്ല. കാരണം ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ക്യാമറ ആണ്. അതായത് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബേഴ്സിൻ്റെ ക്യാമറ ആണിത്, ഒരു സ്പെഷ്യൽ ക്യാമറ ആണ്. അപ്പോൾ ആ ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നതെല്ലാം തീർച്ചയായിട്ടും യൂട്യൂബിൽ ഇടുമെന്നും ഇത് ഈ പാഞ്ചാലിമേടിന് മൈലേജ് കിട്ടുമെന്നുമുള്ള ബോധം അവർക്കുണ്ട്. ശരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ബോധം അനുസരിച്ച് ക്യാമറയ്ക്ക് ഞങ്ങളോട് പൈസ വാങ്ങിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രൊഫഷണലായിട്ട് മറ്റേ കല്യാണം, വീഡിയോ ഒക്കെ, ആൽബം ഒക്കെ അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വരുന്ന ക്യാമറയ്ക്ക് മാത്രമേ ക്യാഷ് വാങ്ങുകയുള്ളെന്ന് അവരെനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്തു. അതെനിക്ക് വളരെ നല്ലൊരു വിവരമുള്ള ഒരു മനുഷ്യൻ്റെ തീരുമാനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് എനിക്ക് കുറച്ച് വാച്ച് അവർ കിട്ടുമെങ്കിലും അതിലുപരിയായിട്ട് ലോകം മുഴുവൻ ഈ പാഞ്ചാലിമേടെന്ന് പറയുന്ന അതിമനോഹരമായ ഈ ഭൂപ്രകൃതിയുള്ള ഈ സ്ഥലത്തെ കാണുകയും നാളെ ഇവിടെ വരണമെന്ന് അവർക്ക് തോന്നുകയും എന്നോട് ഈ 60 രൂപ മേടിക്കാതെ വിട്ടതിൻ്റെ പേരിൽ അവർ 6 ലക്ഷം രൂപയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരും. സത്യം പറയാമല്ലോ, ഇവിടെ വന്നപ്പോൾ എന്തൊരു കുളിർമയാണെന്നറിയും, മനസ്സിനൊരു കുളിർമ, നല്ല കാറ്റ്, തണുത്ത കാറ്റ്. കാരണം താഴേന്ന് ഞാൻ കയറി വന്നപ്പോൾ ഭയങ്കര ചൂടാണ്. വണ്ടിക്കകത്ത് AC ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ച് പോരുന്നുള്ളൂ. അല്ലാതെ ഇപ്പം താഴെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു ചൂടാണ്, നിങ്ങൾക്കറിയാമല്ലോ. 30 ഡിഗ്രി 40 ഡിഗ്രിയൊക്കെ ചൂടുകളാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, നമ്മൾ പൊള്ളി നശിച്ചിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ വന്ന് കയറിയപ്പോൾ എന്തൊരു സുഖം. സത്യം പറഞ്ഞോണ്ടോ, പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോരണമെന്ന് തോന്നി ഇങ്ങോട്ട്. ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ വന്ന് ഒരു 6:30 വരെ ഇവിടെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നി. അത്ര മനസ്സിന് ഒരു റിലാക്സേഷൻ വരും. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ, മനുഷ്യൻ തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല, അറിയാമല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാർത്ത വെക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. ശരിക്കും വാർത്തയ്ക്കകത്ത് എന്താണ് കേൾക്കുന്നത്?
അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് മരച്ചു പോവുക, നമ്മുടെ മനസ്സാക്ഷി അങ്ങ് മരച്ചു പോവുക. ആർക്കും ആരോടും ഒരു സ്നേഹമില്ല, എല്ലാവർക്കും പണം പണം പണം. ഇപ്പം അപ്പന് മക്കളോട് സ്നേഹമില്ല. പണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം ആകുമ്പോഴത്തേക്കും പരസ്പരം എല്ലാവരും എതിരാവും. ഭാര്യ ഭർത്താവിനെതിരാവും, ഭർത്താവ് ഭാര്യയ്ക്കെതിരാവും, മക്കൾ അപ്പനെതിരാവും, അപ്പൻ മക്കൾക്കെതിരാവും. അങ്ങനെ എന്ന് വേണ്ട ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം മറന്നിട്ട് മനുഷ്യർ തമ്മി തല്ലുക. തമ്മി തല്ലുകയല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, തമ്മി കൊല്ലുക. ഓ, എന്തൊരവസ്ഥയാണ് കഴിഞ്ഞ ദിവസത്തെ അവസ്ഥയൊക്കെ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മയെ കൊല്ലുന്നു, അതിനുശേഷം വല്യമ്മയെ കൊല്ലുന്നു. വല്യമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഈ സ്വന്തം അമ്മയെക്കാളും അപ്പനേക്കാളും നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ആളാണ് വല്യപ്പനും വല്യമ്മയും. ആ വല്യമ്മ എങ്ങനെ പോയി ഒരു മാലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു വല്യമ്മ എങ്ങനെ കൊല്ലും എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം അവിടെ ഇരുന്ന് ആലോചിച്ചു. അത്രമാത്രം ഒരു 23 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ അധപ്പതിക്കാൻ പറ്റുമെന്ന് ഇതുണ്ട്. അവിടെ കയറി ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് അവിടെ പിന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ടോയ്ലറ്റ് നല്ല വൃത്തിയായിട്ടായിട്ടിരിക്കുന്നു കേട്ടോ, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കൈ കഴുകാനും നല്ല പിന്നെ ഹാൻഡ് വാഷും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ടോയ്ലറ്റ് ആയതുകൊണ്ട് അതൊന്നും പിടിച്ച് കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഇനി ടോയ്ലറ്റും കൂടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല. ടോയ്ലറ്റ് ലേഡീസിന് ഒരു സൈഡിലും മറ്റേ സൈഡിൽ ജെൻസിനും ഉണ്ട്. പിന്നെ അവിടെ നല്ലൊരു പിന്നെ കാപ്പിയും ചായയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട്. അവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ട്. ഒരു അച്ചായൻ്റെ കൈ പിടിച്ചൊരു മോൻ പോകുന്നത് കണ്ടോ, എന്തൊരു സന്തോഷം. ആ അച്ചായനും സന്തോഷം, മകനും സന്തോഷം. അങ്ങനെ ജീവിച്ചിരുന്ന നമ്മുടെ കേരളത്തിന് ഇന്ന് എന്ത് പറ്റി? നമ്മൾ ഈ പരുവത്തിലായി. എന്തൊരു പരുവം, എന്തൊരവസ്ഥ, എന്തൊരു ഞെട്ടലാണ് വെഞ്ഞാറമൂടിലെ കഴിഞ്ഞ ദിവസത്തെ കൊലപാതകമൊക്കെ. അപ്പോൾ വല്യമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയെക്കാരും ഇഷ്ടമാണ്. എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായി. ഞാൻ ഓർക്കുന്ന എൻ്റെ വല്യമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും, ഈ രണ്ടുപേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേരവും എന്നെ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. അമ്മായി എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മായിയുടെ മേത്ത് തൂങ്ങി കിടന്ന് ജീവിച്ച മോനാണ് ഞാൻ. അതുപോലെയൊക്കെ ഈ അമ്മയും നോക്കിയിട്ട് കാണുകയല്ലേ ഈ കൊച്ചിനെ. അപ്പോൾ അവൻ എങ്ങനെ കൊല്ലാൻ മനസ്സ് വന്നു എൻ്റെ ഈശോയെ? എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പണ്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ കാമുകി. ഇപ്പം കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇട്ടിട്ട് പോയാൽ പോലും നമുക്ക് അവളോട് വൈരാഗ്യം തോന്നാറില്ല. കാരണം സ്നേഹം എന്ന് പറയുന്നത് അതാണല്ലോ. യഥാർത്ഥത്തിലുള്ള സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. അത് ബൈബിളിൽ കുറച്ച് വാക്കുകളുണ്ട്. പക്ഷെ സ്നേഹം എന്താണെന്നുള്ള ഒരു വാക്കുകളുണ്ട്. ഞാനിപ്പോൾ കാണാതെ മുഴുവൻ പറയാൻ എനിക്കറിയത്തില്ല. എന്നാൽ അടുത്ത വീഡിയോയിൽ ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിപ്പം ജിൻസി പിടിച്ചതാണ്. ഇനി ഞാൻ പിടിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയിൽ പിടിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വൈഡ് ആംഗിൾ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. 360 ക്യാമറ ആണത്. അപ്പം നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു വീഡിയോ പോലെ അല്ല അതിനകത്ത് വരുന്നത്. നിങ്ങൾ ആ ഇലവീഴ പൂഞ്ചാറയുടെ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാകും. ഞാൻ ഓർത്തത് ആദ്യം ക്യാമറയിൽ എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഓർത്തു. പക്ഷേ പലരും കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു, രണ്ടാമതിട്ട വൈഡ് ക്യാമറയിലിട്ട ആക്ഷൻ പ്രോയിലിട്ട DGA എന്ന് പറഞ്ഞ കമ്പനിയുടെ ആക്ഷൻ പ്രോ എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. നല്ല ക്യാമറയാണ്. DGA നല്ലൊരു കമ്പനിയാണ്. അവരുടെ ഇതിലെടുത്ത 4Kയിലെടുത്ത ഒരു വീഡിയോ ആണത്. ഇതും ഇപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട് 4Kയിൽ. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഞാൻ പതുക്കെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. ഈ ക്യാമറ ജിൻസിയുടെ ക്യാമറയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ക്യാമറ ആണ്. അത് സിയൂസ് ലെൻസ് ഉള്ള, സോണിയുടെ സിയൂസ് ലെൻസ് ഉള്ള വിവോയുടെ ഒരു V40 Pro എന്ന് പറഞ്ഞൊരു മൊബൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട് അതിന്. പുതിയതായിട്ട് ഇറങ്ങിയതാണ്. നല്ലതാണ്. സോണിയുടെ ലെൻസാണ് ഇതിനകത്തിരിക്കുന്നത്. സിയൂസ് ലെൻസ് എന്ന് പറയും. ജർമ്മനിലാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി ഈ വീഡിയോയ്ക്കുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് കണ്ടോ, ഇതൊരു ഭജനമഠമാണേ. ഇതിപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഭജനമഠം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭജനമഠം. അപ്പം അതവിടെ കയറി ചെല്ലുമ്പോഴേ കാണാൻ ഒരു ആലുണ്ട്, ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. കുറച്ച് മേളിലായിട്ടാണ് അമ്പലമായിട്ട് ചെയ്തിരിക്കുന്നത്. തൊട്ട് മേളിലൊരു അമ്പലമുണ്ട്.
ആ അമ്പലം ഇവിടെ ഇച്ചിരി അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അമ്പലം നമുക്ക് കാണാം. ഞാൻ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയില്ല, അവിടെ അടച്ചിട്ടിരിക്കുക, അവിടെ ആരും ഇല്ലെന്നാണ് പറഞ്ഞത്. അത് രാവിലെ മാത്രമേ അവിടെ അമ്പലത്തിലുള്ളെന്ന് പറഞ്ഞു. സാധാരണ വൈകുന്നേരമൊക്കെ അമ്പലത്തിലുണ്ടല്ലോ, നമുക്ക് ദീപാരാധനയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിവിടെ ഇല്ല, അവിടെ രാവിലെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ ഏം, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ പാഞ്ചാലിമേട്ടിൽ പോകുമ്പോൾ ഞാൻ പണ്ട് കണ്ട ഒരു സാധനം നിങ്ങളെ കാണിക്കാമെന്ന്. അതായത് പാഞ്ചാലിയുടെയും പഞ്ചപാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും ഭീമസേനൻ്റെ കാലിച്ചിരി വലുതാണ്. ഭീമസേനനെ വലിയ ഒരാളായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഭീമസേനൻ്റെ ഒക്കെ കാൽപാദങ്ങൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. ആ കാൽപാദങ്ങൾ ഒന്ന് കാണുക എന്നുള്ളത് ഒരു അത്ഭുതമായിരുന്നു. അത്ഭുത കാൽപാദങ്ങളാണ്. അപ്പം ഞാനത് നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനിപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പാഞ്ചാലിമേലിൽ പോകുന്നത്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ്, ഒത്തിരി വർഷം കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതെവിടെയാണെന്ന്, ഈ കാൽപ്പാടങ്ങൾ എവിടെയാണെന്നുള്ളത് പിന്നെ ഞാൻ കറക്റ്റ് മറന്നുപോയി. ഇപ്പോൾ ഈ ഭാഗത്ത് എവിടെയോ ആണ്. അപ്പോൾ അത് എവിടെയാണെന്ന് തപ്പി ഞാൻ പോവുകയാണ്. നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതൊന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഒരു റോപ്പേൽ നമ്മളിങ്ങനെ നൂർന്ന് പോകുന്ന, അതിനെന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ പിന്നെ ആ പേര് പറയാം. റോപ്പിൽ ഇങ്ങനെ ഊർന്ന് അങ്ങേയറ്റത്തോട്ട് പോകുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. കുഴപ്പമില്ല, നമ്മൾ 110 കിലോ വരെ ഉള്ളവർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കയറാനുള്ള ഒരു ധൈര്യം കാണിച്ചില്ല. ഞാനൊരു 100 കിലോ 110 കിലോ ഒക്കെ വെയിറ്റ് എനിക്കുണ്ടെന്നാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. 110 115 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ആ സംഭവം. ഇതിൽ നിന്ന് ആളങ്ങോട്ട് ഊർന്ന് അങ്ങോട്ട് താഴേക്ക് പോകുന്നു. അതാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം. അതിൻ്റെ പേരും കാര്യങ്ങളും എന്നാ പരിപാടി എന്നൊക്കെ ഇടയ്ക്ക് ആൾ പോകുന്നുണ്ട്. അത് അന്നേരം നമുക്കത് പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ പാഞ്ചാലിയുടെയും ഭീമസേനൻ്റെയും പാണ്ഡവന്മാരുടെയും കാൽപാദം എവിടെയാണെന്ന് അന്വേഷിച്ചാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഞാൻ ആ കാൽപാദം പല പ്രാവശ്യം വന്ന് കണ്ടിട്ടുമുള്ളതാണ്. എനിക്കത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം അങ്ങനെ സംഭവിക്കാം. അവർ എന്നാണേലും നമുക്കിവിടെ ശരിക്കും പറഞ്ഞ ഐതിഹ്യം വെച്ച് ഈ പഞ്ചപാണ്ഡവന്മാർ കേരളത്തിൽ വന്ന് വനവാസം അനുഷ്ഠിച്ചു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐതിഹ്യമാണ്, ഉള്ളതാണ്, ഇല്ലാത്തതെന്നൊക്കെ പലരും പറയുമായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അവരിവിടെ വന്നിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരുടെ കാൽപാദങ്ങൾ, പല അടയാളങ്ങൾ നമുക്ക് കേരളത്തിൽ അവരെ സംബന്ധിച്ചുണ്ട്. ഇപ്പം നമ്മൾ ഐതിഹ്യമാണേലും എന്താണേലും കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ഇരവീഴ പൂഞ്ചിറയിലും പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഭീമസേനൻ പണിത് കൊടുത്ത തടാകമാണ് നമ്മളത് കണ്ടത്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇരവീഴ പൂഞ്ചിറയുടെ വീഡിയോ ഒന്ന് കാണണേ. 2 എപ്പിസോഡുണ്ട്. നിങ്ങൾ ഇരവീഴ പൂഞ്ചിറയിൽ നിന്ന് അടിച്ചാൽ മതി. അപ്പം സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇരവീഴ പൂഞ്ചിറ എന്നടിച്ചാൽ ഇരവീഴ പൂഞ്ചിറയുടെ 2 എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ വീതമുള്ള 2 എപ്പിസോഡാണ്. ഡീറ്റെയിൽഡായിട്ട് ഇരവീഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പ് വ്യൂവും മുനിയറയും മറ്റേ ഈ ഭീമസേനൻ പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി കുത്തിയ ഒരു കുളമുണ്ട്, അത്ഭുത കുളം. ഒന്ന് കാണേണ്ട തടാകമാണ്. അത് ശരിക്കും കുളമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ തടാകമാണ്. ഇത് കുരിശിൻ്റെ വഴിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുരിശുകളാണ്. ശരിക്കും അത് ഒരു ഇടയ്ക്ക് ഇത് വന്ന സമയത്ത് ഒരു ചെറിയൊരു സംഘർഷം, വലിയ സംഘർഷമൊന്നുമില്ല, കാരണം ഇച്ചിരി വിദ്യാഭ്യാസവും ബോധമൊക്കെ ഉള്ള മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത്. ചെറിയൊരു സംഘർഷം, ഈ അമ്പലം അവിടെ വെച്ച് വെക്കാൻ പറ്റിയതെന്ന് ഇതാ കാണുന്നതാണ് അമ്പലം. ഇതുണ്ടോ, അമ്പലവും കുരിശും ഒന്നിച്ചിരിക്കുന്നു. എന്തൊരു മനോഹരമായ മതസൗഹാർദ്ദം. ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു പേരിലല്ലേ ഉള്ളൂ, ക്രിസ്ത്യൻ പേരും ഹിന്ദു പേരും. ശരിക്കും ഞങ്ങൾ, എൻ്റെ വല്യപ്പന്മാർ പൂർവികന്മാർ ഹിന്ദുക്കളാണെന്ന് എനിക്കറിയാം. അപ്പം ഞാനും ഒരു ഹിന്ദു തന്നെയാണ്. എൻ്റെ ബ്ലഡ് ഹിന്ദുവിൻ്റെ ആണ്, എൻ്റെ ബ്ലഡിലൂടെ ഒഴുകുന്ന ഹിന്ദുവാണ്. ഞാനൊന്നും പാർട്ടി മാറിയെന്ന് മാത്രം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്ന ഒരാൾ കോൺഗ്രസ്സിലോട്ട് പോയി, കോൺഗ്രസ്സിൽ നിന്ന് വരുന്ന ഒരാൾ BJPയിലോട്ട് പോയി എന്ന് പറയുന്ന പോലെയുള്ള ഒരു പാർട്ടി മാറ്റം എന്നുള്ളതല്ലാതെ എൻ്റെ ബ്ലഡോ എൻ്റെ മജ്ജയോ എൻ്റെ സംസ്കാരമോ എൻ്റെ ഉള്ളിലുള്ള ദൈവികതയോ ഒന്നും മാറുന്നില്ല. എനിക്ക് ഒരു മതങ്ങളോടും ഒരു ബഹുമാനക്കുറവ് എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടില്ല.
എനിക്ക് ഹിന്ദുമതമാണേലും ക്രിസ്ത്യൻ മതമാണേലും മുസ്ലിം മതമാണേലും ബുദ്ധമതമാണേലും ഏത് മതത്തിനും അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട്. ഒരു മതം ആരെയും തല്ലാനും കൊല്ലാനും തല്ലിക്കൊല്ലാനും ഒന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യർ നന്നായ മതങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പൊക്കോളൂ. മതങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിക്കല്ലുകയും കൊട്ടുകയൊക്കെ ചെയ്യാൻ പാടില്ല. ഇതിവിടെ ഞാൻ ഏതോ 1-2 കുരിശൊക്കെ ഓടിച്ചു കളയുമോ അങ്ങനെയൊക്കെ, അതൊക്കെ ഓരോ സാമൂഹിക വിരുദ്ധരാണ്. അത് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ തലയിൽ വെക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ള 3-ാം കക്ഷിയും ആകാം. എല്ലായിടത്തും ഒരു സംഘർഷം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടാക്കി അവിടെ മുതലെടുക്കാൻ നടക്കുന്ന കുറേ കുറേ ക്ഷുദ്രജീവികൾ, സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ നല്ല ഭാഷ പറഞ്ഞാൽ, സാമൂഹ്യ വിരുദ്ധരെന്നോ വിളിച്ച അത്രയും ചെറിയ വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരൊക്കെ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളാണ്. സമൂഹത്തിനെ നശിപ്പിക്കാൻ നടക്കുന്നവനാണ്. എൻ്റെ വിശ്വാസം എൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ കയറി നിങ്ങളുടെ വിശ്വാസത്തിനെ ഞാൻ തുരങ്കം വെക്കാനോ ആ വിശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് എനിക്ക് പ്രത്യേക നേട്ടമോ ഒന്നുമില്ല. ഓരോ വ്യക്തികളും അവരുടെ വിശ്വാസം അനുസരിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ അവർക്ക് തമ്പുരാൻ്റെ അനുഗ്രഹം കിട്ടും. ദൈവം എന്ന് പറയുന്ന ശക്തി ഒരു ശക്തിയുള്ളതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാറ്റ് കണ്ടല്ലോ, എന്നെ കാറ്റടിക്കുന്നറിയോ? ഈ ഇതിൻ്റെ ഓഡിയോ വേറെ ഞാൻ ഇടയ്ക്ക് ഇട്ട് തരാം. ഇച്ചിരി ഭയങ്കര ശബ്ദമാണ്. അത് നിങ്ങൾക്കൊരു ഡിസ്റ്റോർഷനായിട്ട് തോന്നുമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഈ വീഡിയോയിൽ ഞാൻ അധികം കാറ്റിടാതെ അടുത്ത വീഡിയോയിൽ ഞാൻ കാറ്റൊക്കെ നല്ലപോലെ കേൾപ്പിക്കാം. അതുപോലെ കാറ്റാണ്, ഭയങ്കര കാറ്റ്. ഈ കാറ്റ് ഇത് കൊണ്ട് ഒരു കല്ലുകൊണ്ടുള്ള കുറേ ഇതുപോലെയുള്ള ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു പ്രതീതിയുള്ള ഒരു വർക്കാണിത്. നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, ഈ മതം ഒരു ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പണ്ട് പറയുന്നേക്കാം. ഈ ലോകത്തിൽ മതമില്ലാത്ത രാജ്യങ്ങളാണ് ഏറ്റവും സമാധാനം എന്നാണ് പറയുന്നത്. അവിടുത്തെ ആൾക്കാരാണ് ഏറ്റവും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു പറയുന്നത്. ഏതോ ഒരു രാജ്യത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, അവിടെ മതമില്ലാത്തൊരു രാജ്യം. എനിക്ക് തോന്നുന്നത് മറ്റേ നോക്കിയയുടെ രാജ്യമാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. നോക്കിയയുടെ ഫോണൊക്കെ വരുന്ന ഫിൻലാൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടല്ലോ. അവിടെ മതത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ജനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ്, സന്തോഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നേക്കാം. പക്ഷെ മതത്തിൻ്റെ പേരിലും മനുഷ്യർക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ഒരു സംരക്ഷണമൊക്കെ കിട്ടുന്നുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു സങ്കടം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആരെ ശരിക്കും വിളിക്കുന്നത്? ദൈവത്തെ വിളിക്കുന്നു. അപ്പോൾ ആ ദൈവം നമുക്ക് ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. ഒരു ഉടയോനില്ലാതെ ഒന്നും ഈ പ്രൊഡക്ഷനൊന്നും ഉണ്ടായാലേ. ഇപ്പം എന്നാ ഇത് പറഞ്ഞാലും നമ്മളിപ്പം നിരീശ്വരവാദിയാണ്, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നാ സാറേ അങ്ങനെ വിശ്വസിക്കാത്ത എന്ന് വെച്ചാൽ, നാസയുടെ സാറ്റലൈറ്റ് പോയി ലോകത്തിൻ്റെ ഇഷ്ടം പോലത്തെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നു. ഈ ഫോട്ടോസ് എല്ലാം വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഫോട്ടോസ്. അതായത് ലോകത്തിൻ്റെ അല്ല, അതായത് ഭൂമിയുടെ അല്ല, പ്രപഞ്ചത്തിൻ്റെ ഫോട്ടോസ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഫോട്ടോസ് മുഴുവൻ എടുത്തത് കണ്ടിട്ട് അവിടെയെങ്കിലും ഞാൻ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയും കണ്ടില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ ദൈവങ്ങളൊന്നും ഒരിടത്തും ഇരിപ്പില്ല. നമ്മൾ എവിടെയാണ് ദൈവം? ആകാശത്തിലാണ്, ഉന്നതങ്ങളിലാണ് ഇരിക്കുന്നത്, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, അവിടെയാണ് ഇവിടെയാണ് കൈലാസത്തിലാണ് എന്നൊക്കെ പല ഐതിഹ്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഉൾക്കൊണ്ട് നാസയുടെ ഫോട്ടോ വന്നിട്ട് ഈ ഫോട്ടോയ്ക്കകത്ത് ഒരിടത്തും ദൈവത്തെ കണ്ടില്ലെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അതയാളുടെ വിശ്വാസം. അപ്പം നമുക്ക് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കണം. നമ്മൾ എല്ലാവരെയും, എല്ലാ ദൈവങ്ങളെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കണം. വണങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ വണങ്ങണ്ട, വണങ്ങണമെന്ന് മനസ്സിലുള്ളവർ വണങ്ങിയാൽ മതി. പക്ഷേ നമ്മൾ ഒരിക്കലും പുച്ഛിക്കാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ കുറച്ച് കാണാനോ ശ്രമിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളാണ് ഏറ്റവും കുറഞ്ഞ ആളെന്ന് ചിന്തിക്കുമ്പോൾ
നമുക്ക് മറ്റുള്ളവരെ എല്ലാം ബഹുമാനിക്കാൻ പറ്റും, മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കാൻ പറ്റും. നമ്മൾ വലിയ ആളാണ്, നമ്മൾ വലിയ സംഭവമാണെന്ന് നമ്മൾ എപ്പോൾ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നു, ആ അഹങ്കാരം എപ്പോൾ നമ്മുടെ മനസ്സിൽ കയറുന്നു, അതോടുകൂടി ജീവിതം നാശഭൂഷമാകും. ചില ആൾക്കാരെ പല ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കും. അതായത് നമുക്ക് കുറേ ഫെസിലിറ്റീസൊക്കെ കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും, മറ്റുള്ളവരുടെ കരുണ കൊണ്ട് കുറേ സംരക്ഷണമൊക്കെ കിട്ടും. അവർ നമ്മളെ സംരക്ഷിക്കുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് വിചാരിക്കും. ഇതൊക്കെ ചെയ്ത് കിട്ടിയാലും എത്ര കിട്ടിക്കഴിഞ്ഞാലും നന്ദിയില്ലാത്ത രീതിയിൽ അവർക്കെതിരായിട്ട് തിരിയുകയും മറ്റുള്ള പലരുടെയും വാക്കുകൾ കേട്ട് അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ വിഡ്ഢികളുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, അതോടുകൂടി അവരുടെ ഈ ഫെസിലിറ്റീസ് എല്ലാം നഷ്ടപ്പെടുമെന്നും അവരുടെ ജീവിതമാണ് ശരിക്കും പോകുന്നത്. സ്വന്തം ജീവിതം, അതായത് നമ്മളെപ്പോഴും പണ്ട് കാരണവന്മാർ പറയും, അവനവൻ്റെ കൈ അവനവൻ്റെ തലയ്ക്ക് കീഴിലിരിക്കണം എന്ന് വെച്ചാൽ, തലയ്ക്ക് കീഴിലിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് കീഴിലായിരിക്കണം നമ്മുടെ കാര്യങ്ങളിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനകത്ത് കയറി ചുരണ്ടാനും നമ്മളെ ചിന്തകളിൽ കയറി പണിയെടുക്കാനും ഒരുത്തനെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാവും. നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത തീരാ നഷ്ടങ്ങളുണ്ടാവും. എപ്പോഴും നമ്മൾ ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാതിരിക്കുക, ഇല്ലാത്ത പേര് കള്ളക്കേസുകൾ കൊടുക്കാതിരിക്കുക. ഈ കള്ളക്കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിൽ എന്തുമാത്രം മുറിവുണ്ടാക്കുന്നതാണെന്നുള്ളത് ഈ കൊടുക്കുന്നവർക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ അത് കേൾക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ ഒരു വലിയ നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾ ഒരു 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 ബിസിനസ് ചെയ്യുന്നു, നിങ്ങളൊന്നൊരു പാർട്ണർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പാർട്ണറും നിങ്ങളും തമ്മിൽ നല്ല സ്നേഹത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരുത്തം പറയും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായാലും, എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ്, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ബിസിനസ്സിൽ നിങ്ങൾ പാർട്ണറുടെ അനുവാദമില്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ പാർട്ണർ എതിര് പറയുമെന്ന് വിചാരിക്കുക, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, നിങ്ങൾ എന്നോട് ചോദിക്കാതെ ആ ബിസിനസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നഷ്ടം ഉണ്ടായത്, അങ്ങനെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നോടും കൂടെ ആലോചിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അനുവദിക്കില്ലായിരുന്നു. എൻ്റെ ഒരു അനുവാദം വാങ്ങേണ്ട കടമ പാർട്ണർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കുണ്ടായിരുന്നു, താങ്കളത് ചെയ്തില്ല. അതുകൊണ്ട് താങ്കൾ വരുത്തിയ നഷ്ടത്തിന് താങ്കൾ മാത്രമാണ് ഉത്തരവാദി. അതുകൊണ്ട് ആ നഷ്ടം നികത്താൻ താങ്കൾ ബാധ്യസ്ഥനാണ്. എൻ്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് നമ്മൾ പറയുമ്പോൾ, ആ സഹായമൊന്നും വേണ്ട, ഞാൻ ചെയ്തത് ശരിയാണ്, ഞാൻ ചെയ്തത് എൻ്റെ തീരുമാനമാണ്, അതിനൊന്നും നിങ്ങളുടെ യാതൊരു സഹായവും വേണ്ട, ഞാനത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളോട് പിണങ്ങി പോവുക. നമ്മളതിനെതിരായിട്ട് ചോദിക്കുമ്പോൾ നമുക്കെതിരെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുക. ഈ പുള്ളി നമ്മളെ ശല്യം ചെയ്യുന്നു, ഈ പുള്ളിയാണ് അത് ചെയ്തത്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഇല്ലാവചനങ്ങൾ എഴുതി എങ്ങനെ അത് ഓരോ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്തൊരു സത്യത്തിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഒരു രസമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ഈ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ ടെമ്പർ പോലെ, അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെതിരായിട്ട് കേസ് കൊടുക്കുന്നു, അയാൾ ചെയ്യാത്ത തെറ്റുകളെല്ലാം അയാളുടെ തലയിൽ ആരോപിക്കുന്നു, എന്നിട്ട് അത് മണി മോട്ടീവായിട്ട് പൈസ മാത്രം എന്നുള്ള രീതിയിൽ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ആ ബന്ധങ്ങളെല്ലാം കാറ്റിപ്പറത്തി ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാതെ ചില ആൾക്കാർക്ക് ടെമ്പർ പോകുന്നു, അവർ പോയി വെട്ടിക്കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു. ഈ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വത്തിൻ്റെ പേരിലാണ് പലരും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇച്ചിരി പണം വേണം. സ്വത്ത് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ, സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ്, ഒരു പ്രത്യേക പിശാചാണെന്നാണ് പറയുന്നത്. ആ സ്വത്ത് പിശാച് തലയിൽ കയറി കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്നോർത്തുള്ള സ്വത്തെല്ലാം കൊണ്ട് വല്ലവർക്കും കൊടുത്തു വെച്ച് ആ സ്വത്ത് അധ്വാനിച്ച്, അതായത് നമ്മൾ അധ്വാനിച്ച് വേണം പണം ഉണ്ടാക്കാൻ. അതായത് ബൈബിള് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് വേണം നീ അപ്പം കഴിക്കാൻ. വല്ലോൻ്റെ നെറ്റി വേർത്തിട്ട് നമ്മൾ അപ്പം തിന്നു കഴിഞ്ഞാൽ, തട്ടിപ്പ് നടത്തി അപ്പം തിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും അത് കിട്ടണമെന്നില്ല. തമ്പുരാൻ മേളിലിരുന്ന് ഇത് കാണും, കണ്ടിട്ട് പുള്ളി ആ ഫെസിലിറ്റി അങ്ങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അന്ന് നമുക്ക് കിട്ടിയിരുന്ന ആ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നത്.
പല ആൾക്കാരും പല വിട്ടുവീഴ്ച ചെയ്യുന്നതും പോട്ടെ എന്ന് കരുതി പലതും കണ്ടിന്യൂ ചെയ്തു പോകുന്നതും അവരുടെ ബലഹീനതയാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഈ പണ്ടേ പറയും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു തിന്നും. താറാവ് പൊന്മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നും പൊന്മുട്ട ഇങ്ങനെ എടുത്തെടുത്ത് ലാസ്റ്റ് പറഞ്ഞു ഇനിയിപ്പം പൊന്മുട്ട ഇത്ര ഇട്ടതല്ലേ, ഇനിയിപ്പം നമുക്ക് ഇതിനെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറ്റിൽ ഇഷ്ടംപോലെ മുട്ടയുണ്ടല്ലോ, ഈ മുട്ട കംപ്ലീറ്റ് നമുക്ക് അങ്ങോട്ട് എടുത്ത് ഒന്നിച്ച് കോടീശ്വരന്മാരാകാം എന്ന് പറഞ്ഞ് താറാവിനെ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്ന കഥ നിങ്ങൾ കേട്ടിട്ട് കാണും. അങ്ങനെയാണ് ചില വിഡ്ഢികളുടെ അവസ്ഥ. അവർ വിചാരിക്കുന്നത് ഇവർക്കിടെ എന്തോ പ്രത്യേക കഴിവുകൊണ്ടാണ് ഈ ഈ താറാവ് മുട്ടയിടുന്നത്. അതൊന്നുമല്ല, ദൈവഭയം ഉള്ളതുകൊണ്ടും മനസ്സിൽ നന്മയുള്ളത് കൊണ്ടുമാണ് പലരും പലതും ചെയ്തു കൊടുക്കുന്നതും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും. അപ്പോൾ ഇത് കൂട്ട് പരിപാടി കാണിച്ചാൽ ഈ ഫെസിലിറ്റി ദൈവം തന്നെ അങ്ങോട്ട് പിൻവലിക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ മറ്റുള്ളവരെ തട്ടിച്ച് തന്നെ ജീവിക്കുന്ന ആൾക്കാരെ പണിയൊന്നും എടുക്കാന. പല വിഭാഗം ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ആരെയും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും. അവരുടെ ന്യായം അവരുടെ ഇരിക്കട്ടെ. പക്ഷെ എന്നാ ന്യായം ആര് പറഞ്ഞാലും സത്യം എന്ന് പറയുന്നതും നീതി എന്ന് പറയുന്നതും ധർമ്മം എന്ന് പറയുന്നതും ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ശരിക്കും ഇതൊന്നും ഇല്ലാത്ത ഒരു കേരളമാണ് നമ്മൾ കാണുന്നത്. സത്യമില്ല, നീതിയില്ല, ധർമ്മമില്ല, മര്യാദയില്ല, സ്നേഹമില്ല, പരിഗണനയില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ആകെയുള്ളത് കുറേ ലഹരിയുമായിട്ടുള്ള ബന്ധങ്ങൾ. ലഹരി മരുന്നുകളുടെ ഒഴുക്ക് കാരണം എന്തെല്ലാം ഇവിടെ സംഭവിക്കുന്നത്. തീർന്നു, സംഭവം കഴിഞ്ഞ്, കേരളം തീർന്നു. ഈ കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ ഇതെവിടെ തന്നെ അവസാനിക്കും? എവിടെ അവസാനിക്കും? ഇത് അവസാനിക്കും മരണത്തിൽ അവസാനിക്കും, നരകത്തിൽ അവസാനിക്കും. കേരളം ഒരു നരകമാവും, കേരളം ഒരു ഭ്രാന്താലയമാവും. ഭ്രാന്ത് പിടിച്ചവൻ ചെയ്തേ കൂട്ട് പരിപാടിയല്ലേ സ്നേഹിച്ച പെണ്ണിനെ കൊല്ലുക. എന്തിനാ? അവൾ ഒറ്റയ്ക്കായി പോകണ്ട, എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞ്. എങ്ങനെ തോന്നുന്നു? സാധാരണ സ്നേഹിച്ച പെണ്ണിൻ്റെ ദേഹത്തൊരു പോറൽ പോലും വീഴാതെ ശ്രദ്ധിക്കുന്ന കാലമായിരുന്നു ഞങ്ങളൊക്കെ പ്രേമിച്ചിരുന്ന കാലത്ത്. അവൾ എന്തെല്ലാം തെറ്റ് നമ്മളോട് ചെയ്താലും നമ്മൾ അവളോട് പൊറുക്കുകയും ക്ഷമിക്കുകയും നമ്മുടെ സ്നേഹത്തിന് യാതൊരു മാറ്റവും വരുത്തിയില്ലായിരുന്നു. ഇന്ന് ചില ആൾക്കാർക്ക് സ്നേഹം മൂത്തിട്ട് എന്നാ കാണിക്കുന്നത്? സ്നേഹം മൂത്തിട്ട് എന്ന് സ്നേഹം പറയുന്നു. അവൾ ആ സ്നേഹം നിരസിച്ചാൽ അന്നേരം അവളുടെ മേത്ത് ആസിഡ് ഒഴിക്കുന്നു, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതൊന്നും സ്നേഹമല്ല. സ്നേഹമെന്ന് പറയാൻ തന്നെ, ആ സ്നേഹം എന്നുള്ള ആ മനോഹരമായ ആ പവിത്രതയുള്ള വാക്കുപോലും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാമമെന്ന് വേണം പറയാം. കാമം. ഒരു പെണ്ണിനെ കണ്ട്, നല്ല സുന്ദരിയായ പെണ്ണിനെ കണ്ട് കാമപ്രാന്ത് മൂത്തിട്ട് അവളോട് പ്രേമമാണെന്ന് പറയുന്ന നുണ. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി പ്രേമമാണെന്നും സ്നേഹമാണെന്നും പറയുന്ന ആ കള്ളവാക്കാണത്. ശരിക്കും കാമമാണത്. ശരിക്കുമുള്ള സ്നേഹം ഒരിക്കലും ആസിഡ് ഒഴിക്കാനോ വെട്ടിക്കൊല്ലാനോ ഉപദ്രവിക്കാനോ പോകേല. അതാണ് ആ സ്നേഹത്തിൻ്റെ സ്നേഹം. ക്ഷമയുള്ളതാണ് സ്നേഹം, ദീർഘക്ഷമയുള്ളതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുടെ സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം അവരെ അപ്സെറ്റ് ചെയ്തില്ലെങ്കിൽ ആ സ്നേഹം മാറി നമ്മളിലേക്ക് വരാൻ വേണ്ടി നമ്മളത് ശരിക്കും വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അല്ലാതെ ആ സ്നേഹം ഒരിക്കലും നമുക്കൊരാളുടെ നിന്ന് പിടിച്ചു മേടിക്കാൻ പറ്റുന്നതല്ല. അത് നമ്മളുടെ പാർട്ട്ണർക്കും കൂടെ തോന്നണം നമ്മളോട് സ്നേഹമുണ്ടെന്ന്. വൺ ഡേ പ്രേമം തോന്നിയിട്ട് എനിക്ക് ആ സ്നേഹം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കാനും ബലപ്രയോഗത്തിലും ഒക്കെ ചെയ്യുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ശരിക്കും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ദൈവീകമായ വികാരമാണ്. ആ ദൈവീകമായ വികാരം കിട്ടണമെങ്കിൽ അതിനൊരു ദൈവീകത വേണം, അതിനൊരു സത്യസന്ധത വേണം, അതിനൊരു ആത്മാർത്ഥത വേണം, അതിന് ഒരു അതിനൊരു ത്യാഗ മനോഭാവവും വേണം. ഒരു ത്യാഗം, ടേക്ക് ആൻഡ് ഗീവ് എന്നാണ്. അതായത് പരസ്പര സ്നേഹം എന്നാണ് പറയുന്നത്, അല്ലാതെ ഒരാളുടെ സ്നേഹമെന്നല്ല പറയുന്നത്. പരസ്പരം സ്നേഹം ഉണ്ടാകുമ്പോഴേ സ്നേഹം പൂർത്തിയാകുന്നുള്ളൂ. ഒരാൾ മാത്രം സ്നേഹിക്കുക, അയാൾക്ക് മൊത്തം കടമകൾ, അയാളുടെ കടമകളെല്ലാം നിർവഹിക്കുക, മറ്റേ ആൾക്ക് അങ്ങനെയൊന്നുമില്ല.
അതൊക്കെ അയാളുടെ മോട്ടീവ്, മണി മോട്ടീവായിട്ടുള്ള കുറേ കാര്യങ്ങളേ ഉള്ളൂ. അയാളുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കണം. നിന്നില്ലെങ്കിൽ അന്നേരെ വിഷം കൊടുത്ത് കൊല്ലുക, അടിച്ചു കൊല്ലുക, ചുറ്റികയ്ക്ക് അടിച്ചു കൊല്ലുക, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് കൊല്ലുക. അങ്ങനെ എന്തുമാത്രം പിള്ളേരിവിടെ മരിച്ചിട്ടുണ്ട്, എന്തുമാത്രം പെൺകുട്ടികളെ എത്ര പേരെ കൊന്നിട്ടുണ്ട്. ഈ അടുത്ത നാളിലൊക്കെ കൊന്നല്ലോ, കാമുകിയെ കൊന്നു, പിന്നെ വെന്റിലേറ്ററിൽ കിടന്ന കൊച്ചു മരിച്ചു. അങ്ങനെയുള്ള ഇവരൊക്കെ സ്നേഹിക്കുന്നു എന്നുള്ള വാക്കേ ഇവനൊന്നും മിണ്ടാൻ പറ്റുകയില്ല. ഇവനൊക്കെ വേറെ എന്തെങ്കിലും പുതിയ വാക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതിനൊന്നും സ്നേഹമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇതിങ്ങനെ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളാണ്. നമുക്കിങ്ങനെ ഇടയ്ക്കൂടെ എല്ലാം വഴി വെട്ടിയിട്ടുണ്ട്. നമുക്ക് നടന്നു പോകാൻ കല്ലെല്ലാം പാകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാറ്റും കാര്യങ്ങളിലേക്കുമൊക്കെ ഏകദേശം സന്ധ്യയായി വരുന്നുണ്ട്. ഒരു ഇതിൽ ഒറിജിനൽ ഓഡിയോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ കേൾക്കാം. ഈ കാറ്റടിക്കുന്നത് ഇതുണ്ടോ, കാറ്റടിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിശക്തമായ ഒരു കാറ്റാണ്. നമുക്ക് കുറച്ച് നേരം ആ ഒറിജിനൽ ഓഡിയോ വേണമെങ്കിൽ ഒന്ന് കേൾക്കാം. സൂര്യൻ അസ്തമിച്ചൊക്കെ വരുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ച് എല്ലാം വരുന്ന ഒരു രംഗമാണ്. അപ്പോൾ ആകാശമൊക്കെയാണ് കാണുന്നത്. ശരിക്കും നമ്മൾ അവിടെ പോയി നിന്ന് ഇതെല്ലാം ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുട്ടക്കുന്നുകളാണ്. ഓരോ കുന്നിൻ്റെ മണ്ടയിലും നമ്മൾ കയറി നിൽക്കുമ്പോൾ ഓരോ വൈബാണ്. നമ്മളവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന കാറ്റ് വേറെ. അത് നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല വെടിക്കെട്ട് ചെയറുകൾ അതിൻ്റെ ആ കുന്നുകളുടെ എല്ലാം മണ്ടയിൽ കൂടെ അരിയിലെല്ലാം ഇട്ടിട്ടുണ്ട്. ശരിക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാനൈറ്റ് പോയി ഇരിക്കാനൊരു പ്രത്യേക സുഖമാണ്. അതിന് അതിൻ്റേതായൊരു തണുപ്പുണ്ട്. അതുപോലെ തന്നെ തണുത്ത കാറ്റും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. അപ്പം സൂര്യന് കുറച്ച് ക്ലൗഡി, എന്നാ പറയുക, കാർമേഘം കുറച്ച് വന്നിട്ടുണ്ട് അവിടെ. ഈ കാർമേഘം ഉള്ളത് കൊണ്ട് കുറച്ച് ക്ലൗഡിയാണ്. ക്ലൗഡി ആയതുകൊണ്ടാണ് നമുക്ക് സൂര്യനെ കാണാതെ വരുന്നത്. അപ്പോൾ സൂര്യന് നമ്മൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ അല്ലേ, നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒരു ഫിൽറ്ററും ഇടാതെ, സാധാരണ വീഡിയോസിനകത്തൊക്കെ ഫിൽറ്റർ ഇട്ടിങ്ങനെ ഗോൾഡൻ കളർ ആക്കാറുണ്ട്. ഇതൊരു ഫിൽറ്ററും ഇടാതെ ഒറിജിനൽ സൂര്യൻ്റെ ഫിൽറ്ററാണിത്. സൂര്യനാണ് ഇതിന് ഗോൾഡൻ കളറിട്ട് ഈ വീഡിയോ ഇത്ര മനോഹരമാക്കി ഫിൽറ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, സൂര്യൻ്റെ അടുത്തുനിന്ന് പറയുമ്പോൾ കോടമഞ്ഞിൻ്റെ ഫിൽറ്റർ, അതായത് ബ്ലൂ കളർ ഫിൽറ്റർ അതിൻ്റെ വരുന്നു. അങ്ങനെ എന്താ കൊണ്ടും വളരെ രസമാണ്. താഴെ റൂംസ് റെൻ്റ് എന്നൊക്കെ എഴുതി വെച്ച ഒരു ബിൽഡിങ് കാണുന്നുണ്ട്. അത് ഹോട്ടലായിരിക്കും. അത്യാവശ്യം ചെറിയ ഹോട്ടലും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഞാനത് കണ്ടായിരുന്നു, അതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെയും കുറച്ച് ടൂറിസ്റ്റമൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് വേണം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ. മൈക്കിൽ വന്ന കാറ്റടിക്കുമ്പോൾ ആ ശബ്ദം കേട്ടോ, ഏതൊക്കെയോ വിസിലടിക്കുന്ന പോലെയോ ഒക്കെയാണ്. അത്രയും ശക്തമായ കാറ്റാണ്. ശരിക്കും ആ കാറ്റിൻ്റെ ഒരു തീവ്രത നിങ്ങളെ കാണിച്ചു തരാൻ ഇവിടെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ തീവ്രതയോ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റുകയില്ല. മൈക്കിലടിക്കുന്ന ഓഡിയോ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളെ ഇന്ന് ക്യാമറ പറത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ കാറ്റാണ്. അത്ര ഭയങ്കരമായ കാറ്റാണ്. അതെങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയത്തില്ല. അത് കാറ്റെന്ന് പറഞ്ഞാൽ പൊടിയോ അങ്ങനെയുള്ളതൊന്നുമില്ല. നല്ല കുളിർമയുള്ള, നല്ല തണുപ്പുള്ള, എനിക്ക് ഞാൻ നോക്കിയപ്പോൾ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ള അവിടെ ചൂട്. അത്ര തണുപ്പാണ്. അപ്പോൾ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് തണുത്ത കാറ്റ് നമ്മുടെ ദേഹത്തടിക്കുമ്പോൾ നല്ല ഒരു 15 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു AC ഇട്ട് റൂം തണുപ്പിച്ചിട്ട് ഒരു ഫാനും കൂടി ഇട്ടാലുണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ ഫീലാണ് അവിടെ പോയി നിന്നാൽ. പിന്നെ AC കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ്, പ്രകൃതിക്ക് ദൂഷ്യമായിട്ടുണ്ടാക്കുന്ന സാധനമാണ്. ചൂട് പുറത്തേക്ക് പോയി, അതാണ് അതിൻ്റെ ടെക്നോളജി. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ദൈവത്തിൻ്റെ എ സിയാണ്, തമ്പുരാൻ്റെ എ സിയാണ്, തമ്പുരാൻ തന്നിരിക്കുന്ന പ്രകൃതിയാണ്. തമ്പുരാൻ നമുക്ക് സന്തോഷത്തിലും എല്ലാവരും പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി ഭൂമി തന്നിരിക്കുന്നു. ആ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും പുള്ളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ നശിപ്പിച്ച് ചെറിയ വൈരാഗ്യവും ശരിക്കും ഈഗോസ്, ഞാൻ എന്തോ ഒരു സംഭവമാണ്, ഞാനൊരു ഭയങ്കര ആളാണ്, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് വരുമാനമുണ്ട്, എനിക്ക് പണമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്ന് വേണ്ട. അതായത് ഇവിടെ വെച്ചിട്ട് പോകുന്ന, ഒരിക്കലും നമ്മുടെ സ്വന്തമല്ലാത്ത, തൽക്കാലത്തേന് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ കുറേ കാര്യങ്ങൾ നമ്മുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെയും ഫെസിലിറ്റികൾ കൈകാര്യം ചെയ്യാതെയും നമ്മൾ ജീവിക്കുന്നു. എന്നാണേലും നമ്മളിപ്പോൾ ഒരുത്തൻ ജോലി ചെയ്തെങ്കിൽ അവന് കൊടുക്കണം. പക്ഷെ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നവന് കൊടുക്കണമെന്ന് പറയല. എന്നെ പറ്റിച്ച കുറേ ജോലിക്കാരുണ്ട്. ജോലിക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്തവരല്ല, ഞാൻ കുറേ വീട് പണിതപ്പോഴും അങ്ങനെയുള്ള സമയത്തൊക്കെ എന്നെ പറ്റിച്ച, അവനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പിന്നെയും കരുണയോടുകൂടി അവർക്കൊക്കെ അവർ ചോദിക്കുന്ന പൈസയൊക്കെ പലതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കറങ്ങാനുള്ളൊരു സംഭവമാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് പണിത് വരുന്നേ ഉള്ളൂ, ഫുള്ളായില്ല അതിൻ്റെ വർക്ക്. അവിടെ മെറ്റിലൊക്കെ കിടക്കുന്നുള്ളൂ, അതെടുത്ത് അതിൻ്റെ അടി മുറുക്കി വരുന്നേ ഉള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ല, രസമുണ്ട്. അതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും അതിലിരുന്ന് കറങ്ങാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. സൂര്യൻ വീണ്ടും പതുക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. സൂര്യാസ്തമനം നമുക്കവിടെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇന്ന് ക്ലൗഡി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല സൂര്യൻ നല്ല മിഴിച്ച് നിന്നതിന്, ക്ലൗഡി ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ സൂര്യനെ കാണാനൊരു ചെറിയ ഇതുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് സൂര്യനെ വീണ്ടും കാണാൻ പറ്റിയിട്ടുണ്ട്. പുള്ളി ഇടയ്ക്കൊക്കെ വന്ന് തല പൊക്കി നോക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു മലയുടെ ഒരു ചെരുവിലായിരുന്നു ഇങ്ങനെ എടുക്കുമ്പോൾ ആ മല കൂട്ടി ആ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി, എത്ര മനോഹരമായിരിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു ആ സൂര്യനെ കാണാൻ. അപ്പം ഈ പാഞ്ചാലി മേട്ടിൽ ഇരുന്നു കൊണ്ട് നല്ല തണുത്ത കാറ്റടിച്ച് സൂര്യാസ്തമനം കാണുക എന്നുള്ളത് ഒരു പ്രത്യേക വൈബാണ്. അവിടെ ഒരു കുരിശുമുണ്ട്, നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ ഒരു കുരിശുമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാണുന്ന ഭംഗി അതൊരു സംഭവമാണ്. ഇപ്പം ഈ കുരിശ് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നു, കുറച്ച് പേര് ശ്രമിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതൊക്കെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത, ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാകാതെ നമുക്കെല്ലാം വന്ന് കാണാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് അടിക്കുന്നു. അതാണ് ബോധം, അതാണ് വിവരം. ഇപ്പം ഞങ്ങളുടെ കുടുംബചരിത്രം പറയുവാണെങ്കിൽ, ഞങ്ങൾ വൈക്കത്തുള്ള ഒരു ഫാമിലിയാണ്, ഒരു ഹിന്ദു ഫാമിലി, ഒരു നമ്പൂതിരി ഫാമിലിയിലാണ് എൻ്റെ മുതുമുത്തച്ഛൻ എന്ന് പറയാം. വല്യപ്പൻ്റെ അപ്പൻ്റെ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കുടുംബചരിത്രത്തിൽ ആ വീടൊക്കെ ഉണ്ട്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാനൊരു വീഡിയോ എന്നാണേലും ഞാൻ അവിടെ പോയി ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങളെ കാണിക്കാം. അവരൊക്കെ ഹിന്ദുക്കളായിട്ട് തന്നെ തുടരുന്നു. അതിൽ ഞങ്ങളുടെ മുതുമുത്തച്ഛൻ മാത്രം ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്ത് പുള്ളി ചേർപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു. ചേർപ്പങ്കൽ എന്ന് പറയുന്നത് പാലായ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ്, ചേർപ്പങ്കൽ പള്ളി. അവർ നമ്മുടെ മുത്തച്ഛന്മാരാണ്, നമ്മുടെ ആൾക്കാരാണ് അവിടെ ചേർപ്പും പള്ളിയും CMA കോവേന്തയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മുൻകൈ എടുക്കുകയും അതിനായിട്ടൊക്കെ ഒത്തിരി നമ്മുടേതായ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. അന്നൊക്കെ അവിടെ വനമാണ്. ഈ വനം നമ്മൾ വെട്ടിത്തെളിച്ചങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അന്ന് കടുവ ഉണ്ട് അവിടെ. കടുവ, ഇപ്പം കടുവയുടെ കളി അറിയാമല്ലോ. കടുവായും പുലിയും ആനയും ഒക്കെ ആയിട്ട് ആൾക്കാരെ ചവിട്ടി കൊന്നുകൊണ്ടിരിക്കുന്ന കാലം. പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അന്നത്തെ കടുവ ഒന്നും ആൾക്കാരെ അധികം ഉപദ്രവിച്ചിരുന്നില്ല. ആ കടുവകൾക്ക് മനുഷ്യനുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലുമായിരുന്നു.
ഇന്ന് മനുഷ്യനും വെളിവില്ലെന്നായി, കടുവായ്ക്കും വെളിവില്ലെന്നായി. ഈ കടുവായ്ക്കൊക്കെ MDMA കൊണ്ട് ആരാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ കടുവായ്ക്കും വെളിവില്ല. കടുവായി ഇറങ്ങിയ ആൾക്കാരെ കൊല്ലുന്നു, ആന ഇറങ്ങിയ ആൾക്കാരെ കൊല്ലുന്നു. എന്താണേലും ഒരു കലികാലമാണ്. ഒരു ലോകാവസാനത്തിൻ്റെ ഒരു സകല സിമ്പലുകളും കാണുന്നുണ്ട്. അപ്പം അന്ന് ഈ ഈ നമ്മുടെ മുത്തച്ഛൻ മുത്തച്ഛൻ എന്ന് പറയാം, എത്ര മുമ്പാന്നുള്ളത് ഞാൻ ആ കുടുംബേതരം ബുക്ക് നോക്കി കറക്റ്റ് പറയാം. ഞാനിപ്പം പെട്ടെന്ന് ഇങ്ങനെ ഓഡിയോ പറഞ്ഞു പോകുമ്പോൾ ഞാനതൊന്നും ഓർക്കുന്നില്ല. അവർ ഒരു കുന്നിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടുപേരെന്ന് പറഞ്ഞാൽ കടുവാക്കുന്നിൽ എന്നാണ്. കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സിനിമ. നമ്മുടെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു പടമുണ്ടല്ലോ. അതിനകത്ത് ആ കടുവാക്കുന്നിൽ തന്നെയാണ് ആ ഫാമിലി തന്നെ കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ കടുവ ഉള്ള കുന്നിൽ താമസിച്ചിരുന്നത് കൊണ്ടാണ് കടുവാക്കുന്നിൽ നിന്ന് വീട്ടുപേര് വന്നത്. പിന്നെ അത് ക്രോഡീകരിച്ച് പറഞ്ഞും പെറുക്കിയും പലതും മാറി മാറി കടുവക്കുന്നിൽ നിന്ന് ഒക്കെ ആയി മാറി എന്ന് മാത്രം. ഞങ്ങൾ എൻ്റെ വല്യപ്പനായിട്ട് അവർ ഇളംകുളത്തിന്, വല്യപ്പൻ്റെ അപ്പനായിട്ട് ഇളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറുകയും അവിടെ വനമായിരുന്നു അന്ന്. അതൊരു 150-200 വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. അന്ന് അവിടെ വന്ന് ആ വനമൊക്കെ, ഇളംകുളത്ത് വനമൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ ഒരു പള്ളിയൊക്കെ സ്ഥാപിച്ച്, ഇപ്പം പണ്ടിങ്ങനെ പറയും ഓരോ ഏരിയകളിലേക്ക് കുടിയേറിപ്പോവും. അതായത് ഇവിടെ എന്തെങ്കിലുമൊക്കെ എസ്പാൾബിഷ് പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും സ്ഥലമൊക്കെ ആവശ്യത്തിന് ഇല്ലാതെയൊക്കെ വരുമ്പോഴത്തേക്കും വേറെ വനപ്രദേശം വെട്ടിയെടുത്താണ് പണ്ട് നമ്മൾ പോകുന്നത്. അന്ന് ഇവിടെ ആൾക്കാർക്ക് താമസിക്കുന്ന മൊത്തം വനമാണ്. കേരളം കംപ്ലീറ്റ് ഒരു വനമായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് താമസിക്കാൻ ഇടയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ ഏരിയയിലേക്ക് പോവും. ഇന്നത്തെ പോലെ അല്ലല്ലോ, ഈ ഒരെണ്ണോ 1.5 എണ്ണോ മക്കളല്ലല്ലോ, 10 പിള്ളേരും 5 പിള്ളേരും ഒക്കെ ഉണ്ട്. ഇതിലും ഫെസിലിറ്റീസ് കുറവാണെങ്കിലും പിള്ളേരുടെ എണ്ണത്തിനൊന്നും യാതൊരുവിധ കുറവുമില്ലായിരുന്നു. അപ്പോൾ 8ഉം 10ഉം മക്കളുള്ളത് കൊണ്ട് ഓരോ ഏരിയ പോയി വെട്ടിപ്പിടിക്കാനും അങ്ങനെ ഈ നല്ല ഒരു രീതിയിലേക്ക് വളരാനും അന്നത്തെ ആൾക്കാർക്കെല്ലാം സാധിച്ചു. ഇപ്പോൾ ഉദാഹരണം, പണ്ടൊരു തമാശയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനി പോയി കുറച്ച് സ്ഥലം വെട്ടിയെടുത്ത് അല്ലെങ്കിൽ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്യാൻ പോകും. കൃഷി ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും ഒരു പിള്ളാച്ചൻ അവിടെ വരും. പിള്ളാച്ചൻ വന്ന് അവിടെ ഒരു ചായക്കടയും തുടങ്ങുമെന്ന് പറഞ്ഞു. ഈ ചായക്കടയിലാണ് പിന്നെ അവിടുത്തെ ടൗണായി മാറി മാറി വരുന്നത്. ഇപ്പം നമ്മുടെ ഏത് ടൗൺ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ മുസ്ലിം സഹോദരന്മാരും അവിടെ എത്തും. അവർ കുറേ ബിസിനസ്സുകളൊക്കെ ചെയ്യും. ഇപ്പം പിന്നെ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മുസ്ലിങ്ങളെ കുറിച്ച്. ഇപ്പം ഞാൻ കുറ്റമായിട്ട് പറയുമല്ലോ കേട്ടോ, അതിനകത്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒത്തിരി മുസ്ലിംസ് ഉണ്ട്. അവർ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തു തരാത്ത അത്ര നല്ല ഉപകാരങ്ങൾ ചെയ്തു തന്ന നല്ലവരായ ഒത്തിരി മുസ്ലിംസ് ഉണ്ട്. എന്നോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയ മോശം കാര്യങ്ങൾ ചെയ്തത് ഒരു മുസ്ലിമിനെയും ഞാനങ്ങനെ ഓർക്കുന്നില്ല. പിന്നെ ഈ ഞാൻ ഒത്തിരി കാര്യങ്ങൾക്ക് അവരെ ആശ്രയിക്കാറുണ്ട്. അവരെനിക്ക് നല്ല രീതിയിലുള്ള സർവീസ് ചെയ്ത് പല രീതിയിലും എനിക്ക് പല കാര്യങ്ങളിലും നല്ല സർവീസുകൾ അവരെനിക്ക് ചെയ്തു തന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുസ്ലിം സഹോദരന്മാർ, ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്, ഇപ്പം ഞാൻ ടൗണിൽ ഞാൻ താമസിച്ചിരുന്നപ്പം എൻ്റെ അടുത്ത് കുറേ മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു. അവരൊക്കെ രാത്രിയിൽ ഉറങ്ങുന്നില്ല. ഞാനത് വളരെ അത്ഭുതമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങുന്നില്ല. ഞാനിത് പലയിടത്തും ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പലയിടത്തും പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ മനസ്സിലിരുന്ന ഒരു സത്യമാണ്. വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കുമൊക്കെ എൻ്റെ തൊട്ടടുത്തൊരു ഒരാളുണ്ടായിരുന്നു. പുള്ളി സബോളയുടെ ഹോൾസെയിൽ നടത്തുന്ന ആളാണ്. സബോള, കിഴങ്ങ്, ചെറിയ ഉള്ളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പുള്ളിക്ക് ലോഡ് വരുന്നത്. ഇപ്പോൾ ഇതുപോലെ വലിയ ലോഡൊക്കെ ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ലോഡുകളൊക്കെ ഈ ലോറികൾ സാധാരണ ടൗണിലൊക്കെ കയറുമ്പോൾ ഈ ലോഡ് പകൽ സമയത്ത് വന്നാൽ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് മലയിൽ തീയിട്ടിരിക്കുന്നതാണ്. തീ പിടിച്ചതല്ലെന്ന് തോന്നുന്നു. തീയിട്ടിരിക്കുന്നതിൻ്റെ പുകയാണ് ഈ വരുന്നത്. മഞ്ഞ് പോലെ കണ്ടാൽ നമുക്ക് തോന്നും. സിനിമാക്കാരിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തീയിടുന്ന കണ്ടിട്ടുണ്ട്.
തീയിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഞ്ഞ് വരുന്ന പോലെ ഉള്ള ഫീലുള്ള സീനറി സ്ഥലങ്ങളിൽ ഇങ്ങനെ തീയിടാറുണ്ട്. ഇതിങ്ങനെ മലയിൽ ഇങ്ങനെ നീളത്തിൽ തീയിട്ടിരിക്കും. നമ്മൾ ശ്രദ്ധിച്ച് നല്ലപോലെ നോക്കിക്കേ. അപ്പം മലയിൽ ഇങ്ങനെ തീ കത്തിക്കയറുന്നത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഈ മുസ്ലിം സഹോദരങ്ങൾ അവർ ഈ സബോളയുടെ ഹോൾസെയിലുള്ള അവർ ചിലപ്പോൾ 2 മണിക്കായിരിക്കും രാത്രി വണ്ടി വരുന്നത്, ചിലപ്പോൾ 3 മണിക്കായിരിക്കും രാത്രി വണ്ടി വരുന്നത്, ചിലപ്പോൾ 4 മണിക്കായിരിക്കും. ഇവർ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 മണിക്കായിരിക്കും വീട്ടിൽ വന്ന് കിടന്നത്. ഈ 10 മണിക്ക് കിടന്ന മനുഷ്യൻ ഒരു 3 മണി 4 മണി ആകുമ്പോൾ വീണ്ടും അയാളുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എത്രയോ രാത്രികളിൽ ഞാൻ ഇദ്ദേഹം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അവർ സഹോദരങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ചേട്ടാനിയന്മാർ നിന്ന് നല്ലപോലെ ബിസിനസ് ചെയ്താണ് അവർ ഉയർന്നു വന്നത്. അവർക്കിന്ന് നല്ല കാലമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, സെറ്റപ്പുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഒരു പണിയും എടുക്കാതെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അയ്യോ മുസ്ലിങ്ങൾ മുഴുവൻ കള്ളപ്പണമാണ്, അവർക്ക് കണ്ടെയ്നറിൽ പൈസ വന്നിരിക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു ആൾക്കാർ പറയുന്നു. എന്നോട് ഞാൻ ഈ ബിസിനസ്സുമായിട്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഞാനത് വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പം ഈ കള്ളപ്പണവും കണ്ടെയ്നറും എല്ലാം മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയൊന്നുമല്ല, എല്ലാവരും കാണിക്കാറുണ്ട്. കള്ളനോട്ടടിച്ചവനെ എടുത്താലും അതുകൊണ്ട് ഇപ്പം ലഹരി കള്ളക്കടത്തുന്ന ആൾക്കാരെ, അതായത് കഞ്ചാവ് MDMA ഇറക്കുന്ന ആൾക്കാരെ ഇപ്പം പിടിച്ചിരിക്കുന്നവൻ്റെ പേര് നോക്കിയാൽ മതസൗഹാർദ്ദമുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ എല്ലാവർക്കും നല്ല മതസൗഹാർദ്ദ. മിക്കവാറും ഒരു മുസ്ലിമും കാണും, ഒരു ഹിന്ദുവും കാണും, ഒരു ക്രിസ്ത്യാനിയും കാണും, പിന്നെ കുഴപ്പമില്ലല്ലോ, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിനെ തന്നെ അടച്ച് മോശക്കാരായിട്ട് പറയുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഓരോ മനുഷ്യരെ ഇറങ്ങി പ്രവർത്തിച്ച് അവരുമായിട്ട് സ്നേഹത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരെത്രയോ നല്ലവരാണെന്ന് മനസ്സിലാകുന്നത്. ഈയിടെ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, ഞാനിവിടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഈ മുസ്ലിങ്ങളുടെ എല്ലാ ശരിക്കും അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യവും അവരുടെ കരുതലും അവരുടെ കൂടെ നിന്ന് അവർ വാനോളം ഉയർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം ഈ അടുത്ത നാളിൽ ഈ മുസ്ലിങ്ങളെ വളരെ മോശമായ രീതിയിൽ അയാൾ മൊത്തത്തിലടച്ച്, അല്ലെങ്കിൽ 1-2 പേര്, അത് അവിടെ വർഗീയത പറയേണ്ട കാര്യമില്ലല്ലോ, ആ വ്യക്തികളല്ലേ ആ വൃത്തികേട് കാണിക്കുന്നുള്ളൂ. അവിടെ ഒരു സമൂഹത്തിന് യാതൊരുവിധ റോളുമില്ല. ഒരു സമൂഹത്തിൽ എല്ലാ സമൂഹത്തിലും നല്ലവരുമുണ്ട്, ചീത്തയുണ്ട്. അത് ക്രിസ്ത്യാനിയാണേലും മുസ്ലിം ആണേലും ബുദ്ധനാണേലും ജൈനവനാണേലും കൊങ്ങിണിയാണേലും എന്ന് വേണ്ട എന്തെല്ലാം ജാതി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തന്നെ പറഞ്ഞു തീരാത്തത്ര ജാതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ ഈ എല്ലാവരും തന്നെ നല്ല മനുഷ്യരാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ കുറച്ച് മോശം ആൾക്കാരുണ്ട്, അതെല്ലാ ജാതിയിലും സമൂഹത്തിലും എല്ലാത്തിലും ഉണ്ടത്. അതുകൊണ്ട് അപ്പോൾ വിഭാഗം ആൾക്കാർ മാത്രം മോശമാണ്, ഒരു വിഭാഗം ആൾക്കാർ നല്ലവരാണെന്നൊന്നും നമുക്കതുകൊണ്ടൊന്നും അടിസ്ഥാനത്തിൽ പറ്റില്ല. പിന്നെ ചിലപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാകണമെന്ന് മാത്രം. അപ്പോൾ ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് വന്നൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറും 25 രൂപയുടെ ചിലവുള്ളൂ. ബസ്സുണ്ട്, ഇതിലെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാറില്ലാത്തവർക്ക് ഇതിലെ വരാം, ഇതിലെ ബസ്സുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് 1-2 പോകുന്ന ഞാൻ കണ്ടു താഴെ കൂടെ. മലയിൽ വീണ്ടും തീ കത്തുന്നു, വളരെ ഭയങ്കരമായിട്ട് പൊങ്ങി തീ കത്തുന്നുണ്ട്. അടുത്ത മലയിലാണ്, വളരെ ദൂരെയുള്ള ഒരു മലയാണ്, അവിടെ തീ കത്തുന്നുണ്ട്. നമുക്കിവിടെ KSRTC ബസ് സർവീസ് ഞാൻ കണ്ടു, പ്രൈവറ്റ് ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ബസ്സേ വേണേലും നമുക്കിവിടെ വരാം. പകല് നല്ല ചൂടുള്ള സമയത്തൂടെ വരാതിരിക്കുന്നതാണ് നല്ലത്, നല്ല ചൂടാണ്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ നല്ല രസമാണ് കേട്ടോ. ഫാമിലി ആയിട്ട് പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇപ്പോൾ ഉടനെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു. ഇവിടെ ചിൽഡ്രൻസിന് കളിക്കാനുള്ള പാർക്കുകളും ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വലിയ പ്ലാനിങ്ങിലേക്കാണ് പോകുന്നത്. വലിയൊരു ടൂറിസ്റ്റ് സാധ്യത ഈ സ്ഥലത്തിനുണ്ട്, അതിനുള്ള ഏരിയ ഇവിടെയുണ്ട്, അതിനുള്ള ഇടം ഇവിടെയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും വരാനും വലിയ ദൂരമില്ലാത്ത പെട്ടെന്ന് വരാവുന്ന നല്ല ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. അപ്പോൾ അത് കുറേ ടൂറിസ്റ്റിൻ്റെ പണികളും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അതെല്ലാം ചെയ്ത് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ
പിന്നെ നല്ലൊരു സ്ഥലമായി മാറും. പിന്നെ എനിക്കിതിനകത്ത് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആ ഭീമസേനൻ്റെ കാൽപ്പാടും പാഞ്ചാലിയുടെ കാൽപ്പാടും അവരുടെ കുറേ അവശിഷ്ടങ്ങളുള്ളതെല്ലാം കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് നമുക്ക് കാണാനോ കാണിച്ചു തരാനോ നിവൃത്തിയില്ല. കാരണം ഈ കാൽപ്പാടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണ്. നമ്മുടെ അമ്പലം കാണിച്ചല്ലോ, ഞാൻ മണ്ടയിലൊരു അമ്പലം കാണിച്ചല്ലോ, ആ അമ്പലം കഴിഞ്ഞ് തൊട്ടപ്പുറം കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിലാണ് ഈ പറയുന്ന കാൽപ്പാടുകൾ. അവിടെ ഫോറസ്റ്റ് അത് വേലി കെട്ടി തിരിച്ചു. അങ്ങോട്ട് ആർക്ക് പ്രവേശനമില്ല. അവിടെ മുഴുവൻ ഈ ചെടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് മൂടി അവിടെ ഇപ്പം എവിടെയാണ് ഈ സാധനമെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ മേലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് ഫോറസ്റ്റുകാർ കേന്ദ്ര ഗവൺമെൻറ് ആരെങ്കിലും ചെയ്ത് ആ ഒരു ശരിക്കുമുള്ള ഒരു കാൽപ്പാദം മറ്റുള്ളവർക്ക് കാണാനുള്ള ഒരു സംവിധാനം എന്നതാണേലും ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്കൊരു വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. ഇതാണ്ട് ആ കറങ്ങുന്ന സാധനമാണ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യാതെ നമ്മൾ കറക്കി വിടണം. അപ്പോൾ അതിലിരുന്ന് ഒരു വീഡിയോ ഞങ്ങളുടെ അവിടെ പരിചയപ്പെട്ട ഒരു ബ്ലോഗറുടെ സഹോദരനാണ്. പുള്ളി 1 lakhന് മേളിൽ ആളുള്ള ഒരു ബ്ലോഗറാണ്. ആ പേര് പറഞ്ഞ് ഞാനിപ്പോൾ മറന്നുപോയി പറയാൻ. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അവർ അടൂരുകാരാണ്. അടൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് നമ്മുടെ ക്യാമറ പിടിച്ച് പുള്ളി നല്ല അടിപൊളിയായിട്ട് കണ്ടോ പാൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പുള്ളി ബ്ലോഗറുടെ സഹോദരന് അതിൻ്റേതായ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ പിടിച്ച് തന്നതാണ് ഇത്. അപ്പോൾ അതിന് താങ്ക്സ് പറഞ്ഞ് പുള്ളി ഇദ്ദേഹമാണ്. എനിക്ക് നേരത്തെ 2-3 വർഷമായിട്ട് വേറെ ചാനലുണ്ടായിരുന്നേ. അത് ഈ അടൂര് ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് ഇടയ്ക്ക് വരാറുണ്ട്. ഒരു ത്രിദീപ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അറിയോ? TV ഒക്കെ ഞങ്ങളിവിടെ വരും. പണ്ട് ഇവിടെ കള്ളടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ തുറന്നു കിടക്കുക. നാഥനില്ലാത്തൊരു കളരിയായിരുന്നു. അപ്പോൾ സകല എല്ലാ പിള്ളേരും എല്ലാം വന്ന് അവിടെ എല്ലാം കയറി അവിടെയെല്ലാം ഇരുന്ന് കള്ളു പഠിച്ചു കൂച്ചും ബഹളവും ആ ഒരു സ്റ്റാൻഡേർഡിലായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ ടൂറിസം വകുപ്പിന്റെ സംഗതി മാറി. അല്ല ഞാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ല ചെയ്തോ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഡോളർ മേടിക്കുന്നുണ്ട്. എന്നാ ഇട്ടാലും നമ്മുടെ ഒറിജിനൽ വീഡിയോ ആയിരിക്കണം. ഞങ്ങളിപ്പോ വന്നപ്പോ ഞങ്ങൾക്ക് 2-3 കണ്ടന്റ് കിട്ടി. അത് 3 മിനിറ്റിന് മുകളിലോ 3 വീഡിയോ ലോങ് വീഡിയോ എത്ര വേണം ഇടാം. ഒരു സിനിമ ഇടണമെങ്കിൽ 3 മണിക്കൂർ വേണം. അപ്പൊ എന്നെ കണ്ടിട്ട് അത് ഞാൻ മനസ്സിലായി. സിനിമ യൂട്യൂബിലില്ലേ? എങ്ങനെ അത് പഴയ ചാനലിനുണ്ട്, ഇലക്ട്രോണിക്സ് ചാനൽ. അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ കാണത്തുള്ളൂ. എന്നാലും അത് 1.5 വർഷം കൊണ്ട് അതായി വന്നായിരുന്നു. പിന്നെ റിപ്പീറ്റ് കാണും ആൾക്കാർ. സോണി ഇന്ന മോഡൽ ടിവിയുടെ കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കിട്ടും. ആയുഷ്കാലം ഉപയോഗിക്കുക. അതാണ് അതിന്റെ ഗുണം. ഇതെന്ന് പറയുമ്പോ ഇതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇലവീഴ പൂഞ്ചിറ പിടിച്ചിട്ടാണ്. ഇലവീഴ പൂഞ്ചിറ. പിന്നെ വേറെ എവിടെയാണ് നമ്മൾ മലയിൽ പോയത്? ഇന്ന് ഞങ്ങൾ മറ്റേ ഇവിടെ പോകാനിരുന്ന വേറൊരു സ്ഥലം കാൽവരി മൗണ്ട്. നല്ലതാണോ? അവിടെ എന്നാ ഉള്ള അവിടെ ഭയങ്കര വ്യൂ ആണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചില സിനിമകളിലേക്ക് കാണുന്ന പോലത്തെ ഒരു വ്യൂ താമസം കാട്ടൊക്കെ നോക്കും. അല്ല ഞങ്ങളെല്ലാ ആഴ്ചയും യാത്ര ഒരു ചാനൽ തുടങ്ങാം. ഒന്നും നോക്കാനില്ല, കൊച്ചിനെ നമ്മളെ ഇതാക്കാം. നിങ്ങൾ 3 പേരേ ഉള്ളോ? നിങ്ങൾ 3 പേരും കൂടെ കൂടി നമുക്ക് പറയാനുള്ളത് ചുമ്മാ ആൾക്കാരോട് പറയാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നോക്കിയോ. ഞങ്ങൾ ചെയ്യുന്നതിന് എന്നാ പ്രൈവറ്റ് ലൈഫ് എന്നാ പ്രൈവറ്റ് ലൈഫ് ചുമ്മാ തോന്നുന്നു. പ്രൈവറ്റ് ലൈഫ് KL ബ്രോ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ കേരളത്തിലുണ്ട്. അവർക്ക് ഇന്ന് വരുമാനം എന്നറിയാം. പറഞ്ഞ് മനസ്സിലായില്ല. അവര് വേറൊരു ബസ് ഡ്രൈവറായിരുന്നു.
അയാള് അങ്ങനെ ഇത് ചെയ്തില്ല, ഇൻവെസ്റ്ററോ അയാളുടെ ഭാര്യ അമ്മയും പിള്ളേരും എല്ലാം അഭിനയിച്ചു. പക്ഷെ അവരെ ഇന്ന് അറിയാത്തവരാരോ ഉള്ളത്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്റെ അനിയൻ കാനഡയിലാണ്. ഞാനിത് ചെയ്ത് കണ്ടപ്പോ തൊട്ട് അവൻ തുടങ്ങി അത്ര കിട്ടക്കോ അപ്പൊ പുള്ളിക്ക് നല്ല വരുമാനം കാണുമല്ലോ, പൈസ കാണും. അത് മതി. എന്ത് ചവറിട്ടാലും ആൾക്കാർ കാണും. അപ്പൊ ഞങ്ങള് വന്ന വഴി ചക്ക കയറ്റി ടൂറിൽ പോകും. ഞങ്ങൾ ഇറക്കി കേരളത്തിലെ ആൾക്കാർക്ക് ചക്ക വേണ്ട, വിഷമുള്ള പച്ചക്കറിയും പഴങ്ങളും ഇതിന്റെ സംഭവങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. വെറുതെ ചാനൽ ഉണക്കിട്ടാ മതിയല്ലേ? മറ്റേ അനിയനോട് ചോദിക്കണ്ട, ഞങ്ങളെ വിളിച്ച് ചോദിച്ചു. താല്പര്യം എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇലക്ട്രോണിക്സ് ഞാൻ ഇട്ടതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഇട്ടോട്ടെന്ന് പറഞ്ഞാൽ എന്റെ മുഖം കാണിക്കാതെയാണ് ഞാൻ 3 വർഷം വീഡിയോ ചെയ്തത്, ഇലക്ട്രോണിക്സ് ചെയ്തത്. അങ്ങനെ 3 വർഷം ഞാൻ ഇലക്ട്രോണിക്സ് ചെയ്തിട്ട് ഈ 3ാമത്തെ വർഷം ഞാൻ മോണിറ്റൈസേഷൻ ആയപ്പോൾ എനിക്ക് മുഖം കാണിക്കാൻ ധൈര്യമായി. അല്ല, ആദ്യം ഞാൻ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർ ചോദിച്ചു എന്നാ ഉള്ള കഞ്ഞിക്കകത്ത് പാറ്റ ഇടാനാണോ? കാരണം വെച്ചാൽ വർക്ക് പറഞ്ഞു കൊടുക്കുമല്ലേ, ജോലി പറഞ്ഞു കൊടുക്കല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് വയനാട്ടിൽ നിന്നും മറ്റേ ഇവിടുന്ന് എല്ലാ കാസർഗോഡ് തിരുവനന്തപുരത്തു നിന്നെല്ലാം വർക്ക് എനിക്ക് അവർ കൊറിയർ അയച്ചു തരും. ഗുണമുണ്ടായിട്ടുള്ളൂ, ഒരിക്കലും ദോഷമുണ്ടായിരുന്നു. ആ ഓക്കെ. സമയം 6:30 അല്ലേ? അതൊക്കെ നന്നായി. മറ്റേ രാത്രി വെളുക്കോളും ഉണ്ടാകില്ല. ഉണ്ടോ ഇല്ല? എത്ര വർഷമായി? 9 അപ്പൊ ഞാൻ കുരിശിന്റെ വഴിക്ക് വരാറ്. ഈ പാഞ്ചാലിയുടെ കാൽപാത അവിടെയാണ്. ഞാനത് പോയി കണ്ടിട്ടുണ്ട്. ഒരു കാലം ഭീമസേനന്റെ കാലാണ്. അതും കൂടെ എടുക്കേണ്ടതായിരുന്നു. ഞാൻ അവിടെ അപ്പൊ നടന്നങ്ങ് പോകണം അല്ലേ? വഴിയില്ല, അത് കാണുന്നില്ല. അതെല്ലാം ചെയ്യേണ്ടതല്ല. അതുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു പോയിന്റ് ആയിരുന്നു. എന്നാണേലും അവര് വന്നിട്ടുണ്ടെന്നുള്ളതിലൊരു ഇലവീഴ പൂഞ്ചിറയില് പഞ്ചായത്തിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുളവാന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരു ഇല പോലും അവിടെ വീഴും. ഇടാൻ വേണ്ടി ഞങ്ങൾ എന്തോ ഞാൻ കാണിക്കും. ആദ്യം നമ്മുടെ നാടെല്ലാം ഒന്ന് കുറിച്ചിടാം. ഈ കട ഉണ്ട്. എവിടെയാ വീട്? എവിടെയാ വീട്? ഇതിലെത്ര കിട്ടിയില്ല. സാധനം ഞായറാഴ്ച ഫീസ് വെച്ചോണ്ട് ആൾക്കാർക്ക് പഠിക്കും. 25 രൂപ അപ്പൊ കാര്യങ്ങൾ വൃത്തിയായി. ജോലി
എത്ര കിലോയാ? അലമ്പില്ലാതെ തീർത്തു. ദൈവത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലിയിട്ടില്ലേ? നമ്മുടെ വീട് എവിടെയാ? അതാണോ? ആ കാണുന്നതാണോ? അങ്ങനെയുണ്ടോ? താഴേക്ക് പോകാം. ഇതിന്റെ മണ്ടയിൽ കയറിയിട്ട് ഇതിന്റെ മണ്ടയിൽ നിന്ന് ഒറ്റ ലൈനായിട്ട് താഴേക്ക് പോകാം. അതൊരു നല്ല വെറ്റൽ പിള്ളേർക്കൊക്കെ മീറ്റിംഗ് പോയിന്റ് ആയിട്ട് വെക്കാം. സിപ്പ് ലൈൻ ടിക്കറ്റ് കൗണ്ടർ. സിപ്പ് ലൈൻ എന്നാണ് മുമ്പേ പറഞ്ഞ റോപ്പേ പോകുന്നതിൻ്റെ പേര്. ഞാൻ പേര് പറയാം. 350 രൂപയാണ് ഒരാൾക്ക്. സിപ്പ് ലൈൻ 110 കിലോയിൽ താഴെയുള്ള ആർക്കും അതേ കയറാം. എനിക്ക് കയറാൻ പറ്റിയില്ലെന്ന് ഉള്ള ഒരു സങ്കടത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാറ്റൊന്നും കുറഞ്ഞിട്ടില്ല, താഴേക്ക് പോവുകയാണ്. 6:30 ആകുമ്പോൾ എന്നാണേലും നമ്മളെ ഇവിടുന്ന് ഗെറ്റൗട്ടടിക്കും. അപ്പം അതൊന്നും കൂട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. കുറച്ചും കൂടെ ലൈറ്റുകൾ, ഇപ്പോൾ സോളാർ ലൈറ്റുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ ലൈറ്റുകളൊക്കെ വെച്ച് ഒരു 7:30 ഒരു 8 മണി വരെയെങ്കിലും ഒരു സമയം അവിടെ ആക്കണം എന്നുള്ളൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒന്ന് ഇത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ഈ രാത്രി ആയി കഴിഞ്ഞ് കാണുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ നിർത്താം.
ഞങ്ങൾ അവിടെ വെച്ച് ഇടുക്കിയിലുള്ള കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അവർ നല്ല സുഹൃത്തുക്കളായി. അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, ഇറങ്ങേണ്ട സമയമായി. 6:30 ടൈമെങ്കിലും നമുക്കൊരു 10-20 മിനിറ്റൂടെ ഒരു സമയം തരുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് ഇവിടെ വന്നൊരു ചായ കുടിക്കാനൊന്ന് റിലാക്സ് ചെയ്യാനും. കണ്ടോ ആകാശത്തിൻ്റെ നിറം കണ്ടോ, എന്നാ ഭംഗിയാന്ന് കണ്ടോ, ഏതെല്ലാം കളറാന്ന്. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. ഇടുക്കിയിലുള്ളവരും വെള്ളത്തൂല ഏതാണ്ടൊക്കെ കുറേ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചു, കുറച്ച് സൗഹൃദങ്ങളുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ഉള്ള നല്ലൊരു രസമായിരുന്നു, ഒരു നല്ല ഈവനിങ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ പലർക്കും അറിയാൻ മേലായിട്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ചാനലിൻ്റെ അവിടെ ഒരു എംബ്ലം ഉണ്ടല്ലോ, എംബ്ലത്തിനകത്ത് കയറിയിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്. ആ ബട്ടണകത്ത് നമ്മൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ഓരോ വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ അത് വരികയും ചെയ്യും. അപ്പോൾ നല്ല ഒരു ഈവനിങ് പാഞ്ചാലിമേട്ടിൽ ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇത് വന്നൊന്ന് വൈബ് ചെയ്യണമെന്ന് ഒരു ചെറിയ അഭ്യർത്ഥന ഞാൻ മുടക്കുകയാണ്. 25 രൂപയുടെ മുടക്കമുള്ളൂ. പക്ഷേ നമുക്കൊരു 1000 രൂപ കൊടുത്താൽ കിട്ടാത്ത ഒരു അടിപൊളി ഒരു അനുഭൂതിയാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. നല്ല റോഡായതുകൊണ്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ആർക്കും അവിടെ വരാൻ പറ്റും. പിന്നെ ബസ്സേ വരുന്നവർ പകൽ തന്നെ പോകണമായിരിക്കും. ബസ് സർവീസ് ഒന്നും രാത്രി കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.